സുബ്രഹ്മണ്യ സാറ്, മറ്റ് പ്രിയപ്പെട്ട KGMOയ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു ടോപ്പിക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന് സലീമയും ജിനീഷും പറഞ്ഞപ്പോ ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും നമ്മള് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു ഷുഡ് ബി എ വേ ഔട്ട്ലെ. നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, ഡോക്ടേഴ്സാണ്, നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുമെന്ന് ഭയന്നിരുന്ന ഒരു സംഗതിയാണ് 10 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും നമ്മൾ ആരും മോചിതരായിട്ടില്ല. പക്ഷെ എങ്ങനെ നമ്മളെ തൊഴിലിടം കൂടുതൽ സുരക്ഷിതമാക്കാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. കൂടാതെ സാറിന്റെയും സെഷൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വേഗം സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇത് നമുക്ക് പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇത് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഇപ്പൊ പിന്നെ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ ആദ്യം നമ്മൾ വിചാരിച്ചത് എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം, ഡോക്ടേഴ്സിന് ഗണ്ണ് കൊടുക്കണോ, അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ വെക്കണോ, അതോ വേറെ എന്തെങ്കിലും വേണോ, അതിൽ നമ്മൾ സെക്യൂരിറ്റി ഗാർഡിനെ വെക്കണോ, ഒരുപാട് ഡിസ്കഷൻസ് ഈ സമയത്ത് നടന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോക്ടർ എന്നുള്ള നിലയിലാണ് ഇതേപ്പറ്റി അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇവിടെ വരും. അപ്പൊ അതിനു വേണ്ടി തന്നെയാണ്. അതിനുശേഷം വി വിൽ ഹാവ് എ വെരി ഗുഡ് ഡിസ്കഷൻ. സാറിന്റെ ഇതിനും കൂടി പ്രസന്റേഷനും കൂടി ശേഷം ഞാൻ എന്തായാലും ഒരു മിനിറ്റ് ഓപ്പർച്യൂണിറ്റി. ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസും ഒരുപാട് കൂടുന്ന ഈ സന്ദർഭത്തില് നമുക്ക് എന്തായാലും വയലന്റ് പേഷ്യന്റ് നമ്മുടെ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ വരാതിരിക്കില്ല. നമ്മൾ അവരെ മാനേജ് ചെയ്യുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നണ ആരുടെയോ ഒരു ഇതൊന്ന് മ്യൂട്ട് ചെയ്താല് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. പ്ലീസ് സി. അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ എടുത്ത പല ഡ്യൂട്ടികളുമാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. മാത്രമല്ല ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എനിക്കൊരു കാഷ്വാലിറ്റി ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ അന്നൊരു ഡ്രങ്കർനെസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് എഴുതി പുറത്ത് എഴുതി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കുറച്ച് നമ്മൾ ഡ്യൂട്ടിയൊക്കെ രാത്രി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നേരെ ഞാൻ ചെല്ലുന്നത് ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുടെ മുന്നിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങേരെ എന്നോട് എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു തരം ഭീഷണിയുള്ള സ്വരത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ തുടക്കത്തിലുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അന്ന് വല്ലാതെ ഭയന്നു പോയിരുന്നു. When we discuss about violent patient, as healthcare workers, we must be prepared to cope effectively with agitated patients. So when we are managing in the emergency department, when we are seeing patients 24/7, any time of the day, we will have to see agitated patients, violent patients. So this is going to be the rule. And when we have more number of patients, drug addicts and people into this other different types of addictions are coming to us, maybe we will be seeing more number of patients. In a situation, what is our responsibility? Our responsibility is primarily to protect ourselves. We healthcare workers and those who are with us, namal swayam protect cheyana, and those who are working with us, everyone, emergency department, either other department ne kallu oru pratyekada, we always work as a team. Pa doctor undavum, nurses undavum, matte healthcare workers undavum, cleaning staff undavum, security staff undavum, always we have to work as a team. So നമ്മൾ എപ്പോഴും നമ്മളെ ഒരു ഡ്യൂട്ടിയിൽ കയറുമ്പോൾ യു ഐഡന്റിഫൈ ദ ടീം. ആരാണ് നമ്മളെ ടീം മെമ്പേഴ്സ്, ഹു ആർ ഓൾ വിത്ത് അസ്. അവരാണ് നമ്മളെ അൾട്ടിമേറ്റ്ലി ഈ സിറ്റുവേഷനിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പോണത്. ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് അവർ ടീം. And as doctors, we have to reduce the risk of serious injury to the patient and caretakers. Most of the time, violence might come from a patient
or violence might come from a bystander who is accompanying the patient. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ വയലൻസ് ഇറ്റ്സ് എ ഗ്രോയിങ് പ്രോബ്ലം. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 50 to 70% അത്രയും കൂടുതലായിട്ടാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ വയലൻസ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വി ഹാവ് ടു ഡു അവർ ജസ്റ്റിസ് ടു അവർ ഡ്യൂട്ടി അല്ലേ, ആൻഡ് ഇറ്റ് ഷുഡ് ബി വിതൗട്ട് ഫിയർ ഓഫ് വയലൻസ്. അപ്പൊ നമുക്ക് ഭയമില്ലാണ്ട് വി ഹാവ് ടു വർക്ക് ഇൻ എ സിറ്റുവേഷൻ വേർ വി ക്യാൻ execute our responsibilities as a doctor. അങ്ങനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റും വയലൻസും തമ്മിൽ ലിങ്ക് ആയിട്ടിരിക്കുന്നത്. ഈവൺ ഇഫ് ദർ ഇസ് എ വയലന്റ് പേഷ്യന്റ് വെരി മച്ച് അജിറ്റേറ്റഡ്, നമുക്ക് ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആൻഡ് we cannot from the care of that particular patient. Okay. And am I audible? Yes. Yes, audible. Yes. PowerPoint കാണുന്നില്ല. സ്പീക്കർ അല്ലാത്ത മറ്റ് ആൾക്കാരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം, ഇറ്റ്സ് എ 24-hour ഓപ്പൺ ഡോർ പോളിസി. അവിടെ നമുക്ക് ഡോർ അടയ്ക്കുന്ന ഒരു വിഷയമില്ല. ഇറ്റ്സ് ഓൾവേസ് ഓപ്പൺ എനി ടൈം ഓഫ് ദ ഡേ, എനി വൺ ക്യാൻ കം. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇൽനസ് പേഷ്യന്റ് പെർസീവ് ചെയ്യുന്നതാണ് പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് us ആർ ഇൻവോൾവ് ഇൻ വൺ സോർട്ട് ഓഫ് പേഷ്യന്റ് മാനേജ്മെന്റ് ഓർ ദ അതർ. അപ്പോൾ നമ്മൾ റിസസിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, ഇൻക്യുബേഷൻ ചെയ്യുന്നുണ്ടാവും, പേഷ്യന്റ് ബ്ലീഡിങ് പേഷ്യന്റ് ഉണ്ടാവും. സോ എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ദാറ്റ് സിറ്റുവേഷൻ ഇറ്റ് സെൽഫ് ഇസ് എ സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ആൻഡ് പേഷ്യന്റ് വരുന്നത് പേഷ്യന്റ് ഫീൽസ് ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ എല്ലാ പേഷ്യന്റും ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ബട്ട് അവർക്ക് ദേ ആർ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് ദേ വാണ്ട് ആൻ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. പക്ഷെ നമ്മളൊരു പ്രോപ്പർ ട്രയാജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു വിൻഡോ പീരീഡിൽ വരുന്ന ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് റിസസിറ്റേഷൻ വരേണ്ട ഒരു ട്രോമയോ ആ കേസസ് ആയിരിക്കും നമ്മൾ പേഷ്യന്റിനെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരുപാട് വെയിറ്റിംഗ് ടൈം വരുന്നു ചില പേഷ്യൻസിന്. മാത്രമല്ല ഒരു ന്യൂ സിറ്റുവേഷനിൽ വിത്ത് എൻ വെരി ടോട്ടലി അൺഫെമിലിയർ സിറ്റുവേഷൻ ആൻഡ് ദേ ആർ ദർ വിത്ത് ലോട്ട് ഓഫ് അപ്രിഹെൻഷൻ, വറി, ഡെത്തിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയിൽ വരുമ്പോൾ ദർ വിൽ ബി ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഓൾസോ ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. സോ ഇറ്റ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ വയലൻസ് ടു ഹാപ്പൻ, where we are working. Most of our colleagues are working, taking 24 hours ഏതെങ്കിലുമൊക്കെ സമയത്ത് we are into the responsibility of taking patients in the emergency department. So it's a 24-hour open door policy, stressful atmosphere, significant illness, prolonged waiting times, confusions, all these lead to agitations. Very important area where we can expect violence at any time is in front of ICUs. ICU എപ്പോഴും പേഷ്യന്റെ കണ്ടീഷൻസ് പറയണം, അൺഎക്സ്പെക്ടഡ് തിങ്സ് വിൽ ഹാപ്പൻ. അതുവരെ രാവിലെ വരെ വളരെ നോർമൽ ആയിട്ട് ഒരു പേഷ്യന്റ് കമ്മിങ് വിത്ത് എ പോളിട്രോമ ഇൻ ടു ദ ICU ആൻഡ് വി ആർ ഡിക്ലയറിംഗ് ഡെത്ത്. സച്ച് തിങ്സ് ഹാപ്പൻ. അത് that is usually very difficult to digest for a person. And the other area where we see agitation is where patients are managed critically ill. ഈ critically ill എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലും ആവാം, ലേബർ റൂം ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ICU-ലാവാം, അല്ലെങ്കിൽ വേറെ സർജറി തിയേറ്ററിലാവാം. ഇതിന്റെ പുറത്തൊക്കെ we should expect violence and may not be a violent patient, it could be a violent bystander as well. And to be frank, we are not actually trained in managing a compatible patient in the emergency department. അങ്ങനെ പറയുമ്പോൾ but we will be trained throughout our നമ്മുടെ training period we get exposure to such patients and we get adequate training how our seniors are handling. But നമ്മളൊരു definite ഒരു കരിക്കുലത്തിൽ കൂടെ അങ്ങനെ actually നമ്മൾക്കൊരു training കിട്ടിയിട്ടില്ല. But managing compatible patients in the emergency department needs definitive training. ഈ പേഷ്യന്റ് ഈ വന്ദനയുടെ കേസിൽ തന്നെ നമ്മളോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഈ പേഷ്യന്റ് വയലന്റ് ആണെന്ന് മനസ്സിലാവില്ലേ, അജിറ്റേറ്റഡ് ആണെന്ന് മനസ്സിലാവില്ലേ, അയാളുടെ അടുത്ത് ആയുധമുണ്ടെന്ന് മനസ്സിലാക്കില്ലേ എന്നൊക്കെ. പക്ഷെ പല ബുക്കുകൾ വായിക്കുമ്പോൾ പല ലിറ്ററേച്ചറും വായിക്കുമ്പോൾ നമുക്കറിയാം predicting weapons carriage in any particular patient is not easy. But there will be some clues. ഈ പേഷ്യന്റ് അജിറ്റേറ്റഡ് ആവും, ഈ പേഷ്യന്റ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും
ഈവൺ ഇഫ് നമ്മൾ അത്രത്തോളം ട്രെയിനിങ് കിട്ടിയ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ദിസ് ക്യാൻ ഹാപ്പൻ ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. ചില ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകിച്ചും ഗണ്ണ് ലൈസൻസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ക്രീനിങ്, വെപ്പൺസ് വെർ കോൺഫിസ്കേറ്റഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായില്ല. ഇവിടെ തോക്കും കൊണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറി ഒന്നിച്ച് നഴ്സിനെയും കുട്ടികളെയൊക്കെ ഹോസ്പിറ്റലിൽ കയറി വെടിവെച്ച് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് നമ്മുടെ കേരളത്തിൽ അതൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ബട്ട് വി നീഡ് ടു ബി more on the safeguard in the present situation. ഏതൊക്കെ പേഷ്യൻസ് ആണ് വയലന്റ് ആയിട്ട്? വാട്ട് ആർ ദ കോമൺ ആൻഡ് ഡേഞ്ചറസ് കോസസ് ഓഫ് വയലന്റ് ബിഹേവിയർ? നമുക്കറിയാം ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഓർ വിഡ്രോവൽ. മാഡം സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, സ്ലൈഡ് കാണുന്നില്ല. അതാണ് എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. സ്ലൈഡ് ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല മാഡം, സ്ലൈഡ് കാണുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണാം മാഡം, ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം അല്ലേ? ഞാൻ നേരത്തെ എനിക്കൊരു സംശയം തോന്നി. So now it is okay അല്ലേ? So we can see which are the situations where we see agitated patients. Okay. പ്രധാനമായിട്ട് ടോക്സിക്കോളജി കണ്ടീഷൻ, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഓർ വിഡ്രോവൽ, ഇൻടോക്സിക്കേഷൻസ്. മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. Okay. പ്ലീസ്. Okay. Neurology conditions, stroke, raised intracranial tension, tumors, brain tumors, patients where CNS infection, meningitis patient can come as agitation, dementia, elderly patients, hypothyroidism, shock, HIV infection, hypothermia, hyperthermia. ഇതൊക്കെ abnormal behavior psychiatric ആയിട്ടോ നമുക്ക് വരാവുന്നതാണ്. മാത്രമല്ല ഡെഫിനറ്റ് സൈക്യാട്രിക് പ്രോബ്ലംസ്, അത് സാർ എന്തായാലും സംസാരിക്കുന്നുണ്ടാവും. സൈക്കോസിസ്, സ്കിസോഫ്രീനിയ, പാരനോയിഡ് ഡെലൂഷൻസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ആന്റി സോഷ്യൽ ബിഹേവിയർ, ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് വയലന്റ് പേഷ്യന്റ് ഓർ അജിറ്റേറ്റഡ് പേഷ്യന്റിന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ലേറ്റ് അവേഴ്സിൽ വെൻ ദർ ആർ നോട്ട് ഇനഫ് പീപ്പിൾ ടു സപ്പോർട്ട് അസ്, നമുക്ക് എപ്പോഴും അറിയാം ഡ്യൂട്ടി എടുക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ആൾക്കാർ കുറവായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ ഷോർട്ട് പീരീഡിൽ വി നീഡ് ടു ഹാവ് എ ഡിഫറൻഷ്യൽ ആൻഡ് വി നീഡ് ടു മാനേജ് ദീസ് പേഷ്യൻസ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇറ്റ് ഈസ് അവര് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവിടെ നമ്മളത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റുകയാണ്. എന്ന് പറഞ്ഞാല് ഒരിക്കലും 2 ഡോറുള്ള ഒരു റൂമോ അല്ലെങ്കിൽ 2 എൻട്രൻസ് എക്സിറ്റ് ഒരുപോലെയുള്ള റൂംസോ, പലപ്പോഴും 2 ഡോറുള്ള റൂം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മിക്കവാറും ആ ഒരു ഡോർ ആവശ്യമില്ല എന്നുള്ള നിലയിൽ നമ്മൾ ഒരു കബേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും റാക്കോ ഒക്കെ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മളൊന്ന് തിരിച്ചു പോയി നോക്കിയിട്ട് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷനും സേഫ്റ്റിയും കിട്ടുന്ന രീതിയിലാണോ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, വാട്ട് മോഡിഫിക്കേഷൻ വി ക്യാൻ മേക്ക്. നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലെ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. ആൻഡ് ഇൻഡിവിജ്വൽ ലെവലില്, പേഷ്യന്റ് ലെവലില്, റിലേറ്റീവ്സിന്റെ ലെവലില്, അവിടെ ഇഡിയിലുള്ള പബ്ലിക് അവരും ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാവും. അതുവരെ അവരിങ്ങനെ തണുത്തിരിക്കുകയായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഇവരൊക്കെ കൂടി ഒരുമിച്ചാവും. മാത്രമല്ല ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും നമ്മൾ ഒരു ചെറിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയുള്ളത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആവണമെന്നില്ല. ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ആക്ച്വലി നമുക്ക് പ്രോട്ടോകോൾസ് വേണം, ആഡ്വക്കേറ്റ് ട്രെയിനിങ് വേണം. പിന്നെ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും നമ്മുടെ കേപ്പബിലിറ്റി, കപ്പാസിറ്റി ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ അനുസരിച്ചിട്ട് വി ഹാവ് ടു പ്ലാൻ. അപ്പൊ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ തന്നെ വരേണ്ടതാണ്. പക്ഷെ കേരളത്തിൽ ഏകദേശം ഒരേപോലത്തെ ഹോസ്പിറ്റൽസ് വരുമ്പോൾ വി ക്യാൻ ഹാവ് എ കോമൺ പ്രോട്ടോകോൾ. എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വയലന്റ് പേഷ്യന്റ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഹൗ വി ഷുഡ് റിസ്ട്രെയിൻ ദാറ്റ് പേഷ്യന്റ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, വാട്ട് കൺസൾട്ടേഷൻസ് വി ഹാവ് ടു, വാട്ട് ആർ ദ ഇൻവെസ്റ്റിഗേഷൻസ് വി നീഡ് ടു ഡു, അല്ലെങ്കിൽ ആ പേഷ്യന്റ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട തരത്തിൽ ഇരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരേ പോയിന്റിൽ വി ഹാവ് ടു
think and act simultaneously. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മറ്റു സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ വിളിച്ചിട്ട് അതിലൊരു പ്ലാൻ ചെയ്യാനോ പലപ്പോഴും സമയം കിട്ടില്ല. അപ്പോൾ വി നീഡ് ടു മോഡിഫൈ ദ ഇൻഫ്രാസ്ട്രക്ചർ, the interpersonal relationships, and the individual level. We have to train ourselves, we have to train in the protocols, we have to have our own team to protect us, and we have to have our own protocols. അപ്പൊ ഞാൻ ഈ എന്താണ് ഇത് വെക്കേണ്ടത്, നമ്മളിപ്പോ അത്രയും സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടവരാരും ജഗതി ആ റൂമിൽ നിന്ന് ജഗതിയുടെ വയറ്റിലത്തെ കുതിരയെ മോഹൻലാൽ പുറത്തെടുക്കുന്ന കഥ മറന്നിട്ടുണ്ടാവില്ല. ഞാന് വെള്ള കുതിരനെ ആണ് വിഴുങ്ങിയതെന്ന് പറഞ്ഞിട്ട് ജഗതി പിന്നെയും കുതിര വിഴുങ്ങിയെന്ന് പറഞ്ഞു ഓടുകയാണ്. അപ്പൊ ഈ ടൈപ്പ് പേഷ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ അജിറ്റേറ്റഡ് പേഷ്യന്റ് ഓർ വയലന്റ് പേഷ്യന്റ് വി കനോട്ട് പ്രെഡിക്ട് ഹൗ ദേ വിൽ ബിഹേവ് and how they are going to interact with us, and we cannot have നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഈ ഡോക്ടർക്ക് ഈ പേഷ്യന്റിനെ കണ്ടാൽ മനസ്സിലാവില്ലേ, അങ്ങനെയൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷെ യൂഷ്വലി we have to be prepared. We may not be able to predict in all the patients, but in some patients definitely there will be some clues. An obviously angry patient in the emergency department should always be considered potentially violent. And signs of impending violence include angry, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു, നമ്മളോട് എന്ത് പറഞ്ഞാലും ഷൗട്ട് ചെയ്യുന്നു, ലൗഡ് ആൻഡ് അഗ്രസീവ് സ്പീച്ച്, പിന്നെ അവർ കൈ മുറുക്ക പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓടി നടക്കുന്നു, നിങ്ങൾ എന്താ എന്നെ നോക്കാത്തതെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു, എവിടെയും അവർ ഇരിക്കുന്നില്ല. ആ ടൈപ്പ് പേഷ്യൻസ് അത് മേ ബി അവർ ഒന്നുകിൽ അവർ പ്രൈമറിലി ഒരു സൈക്യാട്രിക് ഇൽനെസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ദേ മേ ബി ഹാവിങ് സം ആൽക്കഹോൾ വിഡ്രോവൽ, ഓർ ഇറ്റ് കുഡ് ബി ഡ്യൂ ടു an organic cause. ഇതുപോലുള്ള അഗ്രസീവ് ആക്ട്സ് കണ്ടാൽ വി ഹാവ് ടു ബി മോർ കെയർഫുൾ ആൻഡ് വി ഹാവ് ടു സീ ദിസ് ഇസ് എൻ ഇംപെൻഡിങ് വയലൻസ് ആണ്. വി ഹാവ് ടു പ്രിപ്പയർ ourselves. So this is one thing all of us can plan. And നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ we need to invite our own friends, our own people, our own staff or security staff, that there is a patient who is likely to become aggressive at the next moment, and we can prepare that way. അങ്ങനത്തെ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര ബിസി കാഷ്വാലിറ്റി ആണെങ്കിൽ ഈ പേഷ്യന്റ് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ അയാൾ ഭയങ്കര അഗ്രസീവ് ആവും വരെ നമ്മൾ അയാളെ എസ്കലേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ റൂം ഓർ എ ക്വയറ്റ് ഏരിയ വിത്ത് വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം ഫോർ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓർ ഐസൊലേഷൻ ഓർ റിസ്ട്രെയിനിങ് സച്ച് പേഷ്യൻസ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഓരോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടെങ്കിൽ we can remove that patient from that area so that other people also will not contribute or will not move with that person to create a very difficult situation. അപ്പോൾ അങ്ങനത്തെ പേഷ്യന്റിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ it's always better, and we can manage that patient in that area, but that patient will not create nuisance or problem for the other patients that we are caring in the emergency department. Okay. അങ്ങനെ ഒരാളെ മാറ്റി അയാൾക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ദാറ്റ് മൈറ്റ് ഡിക്രീസ് ദ ആങ്കർ, ഓർ ഇഫ് പോസിബിൾ വി ക്യാൻ ഇൻവൈറ്റ് അവർ ഓൺ സൈക്യാട്രിക് കൊളീഗ്സ് ടു സപ്പോർട്ട് us in the management of such difficult patients. ആൻഡ് ട്രയാജ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പല ഹോസ്പിറ്റലും ട്രയാജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രയാജ് ചെയ്യുമ്പോഴും പലപ്പോഴും വരുന്ന ഒരു മേജർ കംപ്ലൈന്റ്, ഞാൻ വന്നിട്ട് 2 മണിക്കൂറായി, ഞാൻ വന്നിട്ട് 3 മണിക്കൂറായി, നിങ്ങൾ മറ്റേ പേഷ്യൻ്റെതാ ഇപ്പൊ തന്നെ കൊണ്ടുപോയി നോക്കി എന്നുള്ളൊരു കംപ്ലൈന്റ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനേക്കാളും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മേജർ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, all of us will be busy managing patients, we will be busy documenting, so we don't have enough time to communicate. നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്ക് പോലും നമ്മൾ ഒരു കേസ് മാനേജ് ചെയ്ത് അപ്പോഴേക്കും മറ്റേ പേഷ്യന്റ് വരികയാണ്, ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേഷ്യന്റ്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർലി നിങ്ങൾ എന്തിനാണ് ഇവർ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ എന്താണ് മാറിയിരിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു അജിറ്റേറ്റഡ് പേഷ്യന്റ് വരുമ്പോൾ വി മേ ബി ഡൂയിങ് സം അതർ പേഷ്യന്റ്. സോ പ്രോബ്ലം ഇസ് മോർ ദാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. വി ഡോണ്ട് ഹാവ് ഇനഫ് പീപ്പിൾ ടു ഹാവ് ദ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. എന്തിനാണ് ഞാൻ ഈ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത്? പലപ്പോഴും ദർ വിൽ ബി ഏരിയാസ് ഓർ ഗ്യാപ്സ്. നമ്മളിപ്പോൾ ഒരു ബ്ലഡ് എഴുതി കൊടുത്താലേ, നമ്മൾ എഴുതി കൊടുത്ത് 1 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ വിചാരിക്കും ബ്ലഡ് എഴുതി തന്ന 1 മണിക്കൂറായി ഇതുവരെ ബ്ലഡ് കിട്ടിയിട്ടില്ല. ഒരു എക്സ്റേക്ക് പോകുമ്പോൾ അവർ എക്സ്റേയിൽ അവിടെ ഒരു പേഷ്യന്റ് അകത്തുണ്ട്, ആ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ അജിറ്റേറ്റഡ് ആണ്, എന്റെ എക്സ്റേ ഭയങ്കരമായിട്ട് ഡിലേഡ് ആയി.
We are failing in properly communicating why there is serious patient treatment gap, and they are going themselves. Bystanders most of the hospitals seriously patients transport bystanders. Areas identify hospital, if we could have alternative measures, that will be one way of reducing the stress and situations of points where the patient may become agitated or violent. And that is also important with regard to the bystanders as well. In an agitated patient, we should try to identify that this person is going for an impending agitation. This patient is violent. Area and the patient should be preferable to be kept in a separate room or isolated area. We should look around and we should remove all those things. So, drip standard down. Patient pattern at the area, but BP apparatus and diagam. And the sanangal of the area no and agitated but cooperative patients are verbal de-escalation techniques. But usually we won't have time for such activities. We usually manage patients who are agitated, potentially violent, and we have to take all serious threats. We have to summon help. We have to ask our security personnel, we have to ask our police personnel, whoever around, and our own people to come and help us in managing such a violent patient. And we have to restrain the patient and we have to manage the patient correctly. So who are the patients in the emergency department who needs restraining? Who needs seclusion from the common pool? These are the patients who are imminent harm to others, imminent harm to the patient themselves, and significant disruption of important treatment. Totally our treatment room and behave in the patient, damage to environment. We need to identify and we need to remove them from the area, and ideally we should keep them in a separate room. But most of the time we may not have such a place, but we should get our own people help and make sure that they have been properly restrained before we giving such management. And we have to get the help of the psychiatrist or psychosocial worker, whoever is around, so that we can properly manage this patient as well. So this is what we have been, and we have to restrain the patient. Same time, we have to monitor and care of physically restrained patients as well. So why this is important? Because when we have a patient is violent and agitated, patient we have to have a protocol and we have to document why we are going to restrain this patient. So, we can put a note in the case sheet. Patient is violent and a patient is behaving very abnormally, and this is specific indication for restraint. And if there is a colleague is also there, you just document the colleague's agreement also that this patient needs restraint in the ED, and we are going to manage the patient with the help of our team. Our team includes not only the doctors, nurses, or other paramedics, but also we should act. We should invite the security personnel or police personnel, whoever is there to protect that particular, because that is how we can safeguard ourselves. But a patient restrain patient strap patient restrain patient those patients needs frequent monitoring, patient needs position changing, because our aggressive patients may have dehydration. Thiamine rhabdomyolysis adequate hydration hypokalemia risk. We have to be very careful whether we are actually capable of managing such an agitated patient with this many complications in our facility. And even if we are shifting that patient to a higher facility, it is our responsibility to inform properly that this patient having violent behavior is being transferred from your institution for proper management. But when we restrain a patient, our responsibility to ensure the physically restrained patients, lorazepam, haloperidol, sedate, patients in the baki needs also we have to be taken care of. And once the patient is stable or patient agitation patient
aggressiveness കുറയുമ്പോൾ it is also our responsibility that we remove the physical restraints as soon as possible. ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ നമ്മൾ we have to see whether the patient is actually going to behave violently, aggressively. അപ്പോൾ നമ്മൾ we call for help, prepare your team, and also see that ഇങ്ങനത്തെ ഡ്രിപ്സാൻഡോ ബി പി അപ്പാറ്റോസോ അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധനങ്ങളിലും പേഷ്യന്റിന് കഴിയുന്നത് മാറ്റി വെക്കുക. ആൻഡ് ഇഫ് പോസിബിൾ പുട്ട് പേഷ്യന്റ് ഇൻ എ സെപ്പറേറ്റ് റൂം ഓർ സെപ്പറേറ്റ് ഏരിയ and try to restrain at the earliest, and put in the case sheet a note that why we have restraining this patient, and if a colleague is also there, make a second note also, we have restraining this patient for these many reasons. And after restraining the patient by injections or strapping and whatever it is, and then we can do the proper management of the patient. So most of the textbooks says how we should manage, what drug we should give in a patient which is agitated. So I have no plan to discuss this table, but I am sharing this because it is there in most of the standard textbooks, how we should approach an agitated patient. Our severely agitated patient or a violent adult patient, we have to ensure staff safety. So that is most important thing whenever we manage an agitated patient. And attempt to calm the patient using verbal techniques. നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഡോക്ടർ ആകുമ്പോൾ ഇവർ ഒരിക്കലും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ്. But it is not true. We have to anticipate such violence from them and try to calm them. But if the patient is not responding or patient is behaving totally abnormal, we have to place physical restraints as quick as possible, because it is not easy to manage those patients without physical restraints. Once we put physical restraints along with that, because we may not be able to do it alone, so you have to call the security or the police that is available in the institution. And once the patient is physically restrained, we can connect IV, we can put an IV line, we can connect the patient to oxygen if needed, we can connect the patient to monitor in the emergency department. But all management will be starting only after sufficiently restraining the patient and properly separate area as far as possible. ഇങ്ങനത്തെ agitated patient നമ്മളൊരു proper room അല്ലെങ്കിൽ ഒരു separate area identify ചെയ്താൽ they will not cause more calamity or confusion in the entire emergency department, because it is very difficult to manage other patients if a person is roaming around shouting and using abusive words and trying to attack everyone in the ED. And once we manage this patient, we restrain and we know that if this patient needs rapid sedation, if yes, immediately we have to prepare for rapid sedation before assessing the patient for other reasons. We know hepatic encephalopathy could be the cause, hypoxia could be the cause, hypoglycemia is well known to cause an agitated behavior. But if we cannot manage the patient and patient is simply agitated and patient is trying to attack us and our safety is at risk, we always have to go for sedate the patient before assessing the patient. But if the patient doesn't need sedation, we can restrain the patient. Handcuff or other hand tie other restraint methods. Patient assess. We can look for hypoglycemia, hypoxia, drug overdose, alleged ingestion of poisoning, infection, fever, intractable raised ICT, post-ictus state. One conditions the patient can be behaving abnormally. We have to rule out these situations, then only we can properly transfer the patient for psychiatric consultation, assessment and management. And what sedation we can give. Violent patient immediate sedation namakku midazolam kodukka. Midazolam usually nammal 2.5 to 5 milligram IV ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടൈം ടെസ്റ്റഡ് ആണ്. We usually give haloperidol with haloperidol and Finagran combination. That is very well we give, and we give usually 5 milligram of haloperidol and 12.5 milligram of Finagran. Okay. The other drug we can give is lorazepam. Lorazepam is usual dose is 2 milligram IV. Appo nammade emergency department we should have these drugs in position, and the sisters on duty usually they will be able to handle this, and we should always see that the drugs are available and we should train them adequately for using. For drug withdrawal, alcohol withdrawal, agitation patient benzodiazepine, midazolam, lorazepam will be a better option.
But we don't know what is the reason for this agitation, but patient is very agitated, patient is attacking others. Even our safety is at question. We can put the patient on drugs. Undifferentiated agitation ആണെങ്കിൽ നമുക്ക് benzodiazepines കൊടുക്കാം, or we can use haloperidol as well. Okay. Non-psychiatric disorders ആണെങ്കിൽ obviously we have to prescribe the drugs. If psychiatrist is available, we should definitely help the support of our colleague. Otherwise, also we can put the patient on drugs like haloperidol, because that is the usually available drug in the, because in an agitated environment, the patient, we will not have time to start the patient on oral drugs. So this is the usual dose. I have just put the dose. Midazolam 2.5 milligram to 5 milligram IM or IV. Haloperidol 5 milligram IM or IV. Lorazepam 2 milligram IM or IV. Oral, patient drug withdrawal, alcohol withdrawal suspect, but patient is not yet agitated. We can get time to manage orally. We can start oral drugs like lorazepam, risperidone, olanzapine. But when the patient is an elderly person, always we have to be careful and we have to reduce the dose by half. So this sort of available, and we must be using this and we must be familiar so that we could do it appropriately. At the hospital level, so patient, we have managed the patient, we have looked for treatable causes for agitation, hypoglycemia noki, hypoxia noki, raised ICT indo noki, temperature noki. We are managing this patient, neck stiffness indo nokuno, post-ictus state ano nokuno, or it's a post-traumatic head injury. Why this patient is having an elderly elderly patient, Alzheimer's, so the patients are, they might behave aggressively. And the hospital level, we should have a plan of action in the situations of extreme violence. So we have to prevent such incidences, and we should have adequate safety if such a problem happens at the hospital level. So we should have a rapid notification system of police personnel, so that we can protect them. Evacuation plan should be there. We should know how we are going to manage this patient. We cannot leave a patient also, but when there is a real crisis and even our health is at risk, even if you are monitoring a patient, we can keep the patient safe and we can move. If the agitation or confusion is over, we can go back and take care of the patient. Even that is accepted if such things happen in ICU. About a violent patient, fire or something that I am talking about. And once the crisis is over, we can go and take back. But we should always, safety of the patient should be a priority. Treatable causes should be a priority, but our safety and our security, there should be some measures at the hospital level also. At the hospital level, we can have a trained violence management team to provide a mechanism dealing with aggressive patients and to protect the staff. നമുക്ക് സ്വന്തം അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ ഒരു team will never be able to tackle if a person is really violent and trying to attack ourselves. So we should have a team available. We should have mock drills so that it will be implemented when a real need comes. Code white അല്ലെങ്കിൽ code violet. Code violet is comparative patient assistance is needed. So code violet announce that we should have a plan of action so that the system will be mobilized and we will be protected and the patient safety is also assured and the violent or agitatedly behaving patient will be removed from the scene. Or we can also, we have seen some of the codes, they put it as code white. This is to identify an actual violent or out of control person and activate the appropriate response. And it's patient-centered or person-centered. And we have to plan the therapeutic strategies also, but without jeopardizing the safety of the people working in that environment, as well as those other people, other patients also will be there. If a person behaves violently, not only the doctor or the healthcare worker is at risk, but other patients are also at risk. And it's always tried to remove the patient from the scene, and we should identify a place when an agitated or violent patient comes. Where are we going to keep this patient in the emergency department? So we have managed the patient. So we should have a plan for disposition from the ED. So violent behavior unrelated to organic cause or drug intoxication.
we should have a psychiatric consultation. Organic causes rule out, hypoglycemia rule out, patient febrile, patient has no features of raised ICT. In that situation, we don't think this patient has got drug intoxication. Such an agitated patient, always we have to get a psychiatric consultation or psychiatric evaluation. And we have to manage an ED evaluation, proper documentation, then invite the psychiatry to help, and so that we can do the appropriate management. Drug or alcohol withdrawal, we have to manage the patient with drugs like benzodiazepine, thiamine, and such usual supportive cares we will give. But we have to keep the patient adequately. The patient has actually recovered from the drug overdose symptoms, and then only we can shift the patient. Or if they're taking sufficiently longer time, we can have a consultation and we can shift the patient to a place where a psychiatric intervention can be given. Or patient can be effectively transformed or transferred to a place. Like if psychiatric ward is available, we can transfer that patient so that the patient care can be decided. So when we manage or when we decide on a management of a agitated patient, always we should have a plan how we are going to do the disposition of the patient, as well as in any other patient presenting to the emergency department. And if a patient violent and patient escapes the emergency department, we have to inform the law enforcement authorities. Police should be informed, because this patient is going to create havoc outside the hospital than inside, because if the patient escapes, we have to inform. And if the patient shouts or a specific individual is going to be attacked, we should that information also to be shared to the police or the law enforcement authorities. And if the patient has actually committed a violent attack, we can discharge the patient to the police custody, as it has happened in the case of Dr. Vanthan. And we can inform about the condition of the patient. And if the patient is violent and patient has committed an attack, patient may be shifted to a place, because patient need not get treatment, but patient is going to be a difficult person to tackle till the patient is treated and the issues are sorted out. Jail is a safe disposition as long as authorities are warned of potential danger and the treatment facilities are allocated. And suppose the patient is coming to a primary care level and secondary care level, we know that patient has got a major injury. Patient needs transfer to a higher hospital. We have to inform the higher center adequately so that the accepting clinician will be prepared and warned of possible violence, so that there will not be any chaos that we have already suffered will be happening into the new place. So this has to be properly communicated when we shift a patient. And we always hear that our communication skills are bad. We have to improve our communication skill. That is creating more problems. But in an emergency department, most of the time, we don't get enough time, because not that many people are there with us in the emergency department to support. And we will be managing, because 1 or 2 doctors on duty and few nurses will be on duty, and they'll be managing continuously. So the way the patient or the bystanders wants the explanation, we are not in a position to give it the adequate information. So even if we improve communication skills in AD, there will be definite areas or gaps in our communication, because there are definite areas of definite delays, like giving blood to a patient, X-rays. They'll be waiting, and the patient or the relative will feel that even 1 minute for them will be 1 hour. So we have to have someone who adequately explain. And I feel social workers and counseling rooms are a need or necessity in any emergency department, so that they will help us and support us in giving the room adequate discussion, so that we will be able to give the important messages and we can have a proper communication at every point. Death is most of the time in an emergency department, death is an unacceptable event. People do not expect death happening. And in such situation also, we have to adequately explain the reason so that such chaos can be avoided. Major loss, it could be a loss of a limb, it could be amputation, it could be death of a family member who was otherwise healthy in the morning.
It could be hemiplegia, it could be paraplegia. So these situations we have to explain, and we have to see what was actually happened. So we need to have social workers in counseling rooms so that such chaos can be avoided, and need adequate explanations for things, what is happening. So even if we do the communication training and we are very good in communication skills, we may not be giving the adequate amount of communication in an emergency department, and that is also a big challenge. So this also we have to keep in mind. And we should give some areas to relax, time to accept that such things also has to be provided, because always people expect things that will never happen. ഒരിക്കലും മരണം സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട് യു കനോട്ട് എക്സ്പ്ലെയിൻ ഡെത്ത് ഓർ തിങ്സ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ എ ബിസി ED നമ്മൾ ഇങ്ങനത്തെ ബാഡ് ന്യൂസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ സ്റ്റാൻഡിങ് ആൻഡ് ടെല്ലിംഗ് ദം ദിസ് ഹാസ് ഹാപ്പൻഡ്. സോ വി ഹാവ് ടു ഹാവ് എ പ്ലേസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബാഡ് ന്യൂസ് സോ ദാറ്റ് ദിസ് ഓൾസോ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. ഇതൊക്കെ പറഞ്ഞാലും there will be problems. So there should be preparation for defense against assault. There should be proper preparedness. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും കോഡ് വൈറ്റ് ഒക്കെ റെഡിയാണ്, and we have to inform everyone. But things happen such dramatic time. നമുക്ക് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത സന്ദർഭത്തിൽ പോലും വയലൻസ് ഉണ്ടാകാം. So in that situation, how are we going to summon help? How are we going to ask others to help us? Is there any panic button that we can put in the ED? നമ്മൾ ഈ ട്രെയിനിലൊക്കെ ചെയിൻ വലിക്കുന്നത് പോലെ how can we protect ourselves? And how can we protect ourselves? And there are way how to keep the arms ready for self-protection, whatever is available. And we should keep everything away from the patient who is violently behaving. What posture we should take, all such things also we have to be aware a little bit. And we should be able to give an hospital protocol, code violet or code white, so that people can say security staff can come where they should place themselves. And such mock drills will definitely help to protect ourselves. So as a clinician, a person involved in patient management, most of the time we have to know how we are going to safeguard ourselves, how we are going to treat our patients, what immediate things we are going to do for them, how we are going to restrain them properly, and how we are going to transfer them, how we are going to dispose this patient from the ED. And there should be, or we have to modify the ED so that നമുക്ക് 2 door ഉണ്ടാവണം. And both the doors should be well open so that we can move in and move out. Others can come and protect us. There should be a separate room where we can handle such violent patients so that they will not cause chaos. And there should be people who can help us in doing the communication a little bit, like social workers. And as a team, there's a teamwork that works much better in emergency department rather than an individual person doing the management. And all of us should help know how to work as a team. Thank you. Thank you, madam. നമ്മള് ആസ് യൂഷ്വൽ മാഡം വളരെ എക്സലന്റ് ആയിട്ട് ഈ ടോപ്പിക് കവർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് റെക്കോർഡ് പാർട്ടിസിപ്പൻസ് ആണ് ഈ അക്കാദമിക് പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും റെക്കോർഡായിട്ടുള്ള ആൾക്കാർ ഈ അക്കാദമിക് സെഷനിൽ പങ്കെടുത്തു. അതന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുകയും അതിന്റെ കാരണങ്ങൾ പറയുകയും ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ക്ലാസ് ആണ് ഇപ്പൊ മാഡം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും മാഡത്തിനോട് അങ്ങേയറ്റം താങ്ക് യു പറയുകയാണ്. എക്സലന്റ് ആയിട്ട് ആ ടോപ്പിക് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. താങ്ക് യു മാഡം. അടുത്തതായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യ സാറിനെ ഞാൻ ഈ ടോപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ ഇടുക. അത് കഴിഞ്ഞ് നമ്മള് സുബ്രഹ്മണ്യ സാറിന്റെ കൂടി ടോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സുബ്രഹ്മണ്യ സാറിനെ ഞാൻ സദയം ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മുരളി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു. യെസ് യെസ്. ചാന്ദിനി മേഡം എന്റെ ജോലി എന്തായാലും കുറച്ച് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. She has covered most of the topics or most of the issues that I wanted to focus on in management of psychiatric chemical restraint.
ഫിസിക്കൽ റെസ്ട്രെയിന്റ് എക്സെട്ര. അപ്പൊ ഞാൻ എന്റെ ജോലി കുറച്ചും കൂടി ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ട് ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു സോർട്ട് ഓഫ് prune my presentation and prune my talk and finish it faster. ഇത്രയും ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിന് സാഹചര്യം ഒരുക്കി തന്ന എൻ്റെ KGMOയിലെ സുഹൃത്തുക്കളോട് ആദ്യമേ നന്ദി പറയട്ടെ. ഒരു caveat അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു തിയററ്റിക്കൽ ഡിസ്കഷന് പറ്റിയതല്ല. Actually it's a workshop kind of a thing, and നമുക്കൊരു തിയററ്റിക്കൽ ഒരു ഓൺലൈൻ ഡിസ്കഷനിൽ എന്റെ വക്കുമൂലം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ആക്ച്വലി കുറച്ചും കൂടി ഒരു ലോങ്കർ ഡിസ്കഷൻ, പാർട്ടിസിപ്പേറ്ററി ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഇൻവോൾവ് ഡിസ്കഷൻ ആവശ്യമുള്ളത്, ആക്ച്വൽ കേസ് വിറ്റ്നസ് വെച്ചുകൊണ്ട് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു CMOന്റെയോ അല്ലെങ്കിൽ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെയോ കൺസേൺസ് കേട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹവർ ഈ ലിമിറ്റ്സിനുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുമെന്ന് നോക്കാം. ഷാൽ ഐ ഷെയർ മൈ സ്ക്രീൻ? Yes, okay, sir. കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. Yes, sir. Yes. Okay, fine. Okay, let me screen slideshow. Right. മാഡം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വേണം ഈ ടോക്കിനെ കാണാനായിട്ട്. അതുകൊണ്ട് റിപ്പറ്റീഷൻ അധികം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. The first thing that I want to highlight is that ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഫിനോമിനൻ അല്ല. Combative patients or assault in the workplace, aggression in healthcare situations, it is a worldwide phenomenon. അത് മറ്റു രാഷ്ട്രങ്ങളിലുള്ള ഡേറ്റ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഭീതിജനകമാണ്. അത് വികസിതമായ എല്ലാ സൗകര്യങ്ങളും, സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും സ്പേസും മാൻ പവറും സിസ്റ്റംസും ട്രെയിനിങ്ങും എല്ലാമുള്ള സാഹചര്യങ്ങളിൽ ഭീതിജനകമായ രീതിയിലാണ് ഇതിന്റെ ഡേറ്റയൊക്കെ ഉള്ളത്. ഇത് US-ലുള്ള ഡേറ്റയാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. This is if you can go to the WHO website, you can see a surveillance dashboard. ഇത് ഈ കൊല്ലത്തെ 1 തൊട്ട് 16 വരെയുള്ള ഡാഷ്ബോർഡാണ്. 232 അറ്റാക്ക്, 21 ഡെത്ത്. പക്ഷെ സാഡ്ലി ഇഫ് യു സെലക്ട് ദ കൺട്രി യു വിൽ നോട്ട് ഫൈൻഡ് ഇന്ത്യ ഇൻ ദാറ്റ്. ഇന്ത്യയിലുള്ള റിപ്പോർട്ടിംഗ്, ഇന്ത്യയിലുള്ള സർവൈലൻസ്, ഇന്ത്യയിലുള്ള ഈ പറയുന്ന സർവൈലൻസ് സിസ്റ്റത്തിലുള്ള പാർട്ടിസിപ്പേഷൻ എല്ലാം പരിമിതമാണ്. അതുമാത്രം ഞാനൊരു ഒരു ചിന്തയ്ക്കായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കൂടുതൽ ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനെ ഒരു ഹൈ പ്രയോറിറ്റി ഇഷ്യൂ ആയിട്ട് ദാറ്റ് റിക്വയേഴ്സ് മൾട്ടി സെക്ടറൽ കൊളാബറേഷൻ, അത് നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. നമ്മുടെ പോളിസി മേക്കേഴ്സിനോ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ മേലധികാരികൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടില്ല എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അഗൈൻ കോവിഡ് സമയത്ത് ഇത് WHO തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പബ്ലിക്കിനോടുള്ള ഒരു അഡ്രസ് ആയിരുന്നു. They put their lives at risk for you. Think about it. കോവിഡിന്റെ സമയത്തുണ്ടായിരുന്ന ഹെൽത്ത് കെയർ സിറ്റുവേഷൻസിലുള്ള അഗ്രഷനും അതിനോടുള്ള അവരുടെ പ്രതികരണമായിട്ട് വന്ന ഒരു ഇൻഫോഗ്രാഫിക് ആണത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് അവയർനെസ് പോസ്റ്ററാണ്. Again, Red Cross Society കൊണ്ടുവന്ന ഹെൽത്ത് കെയർ ഇൻ ഡേഞ്ചർ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. 4,200 people were direct victims of violence against healthcare. Stop the violence, protect healthcare. This is another poster that is brought out by the International Red Cross Society. അമേരിക്കയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, നിയോഷ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കോവിഡിന്റെ സമയത്തും അതിന് മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ട്. നിയോഷിന്റെ സർട്ടിഫിക്കേഷനെ കുറിച്ചും മാസ്കിന്റെ ഫിൽട്രേഷൻ കപ്പാസിറ്റിനെ കുറിച്ച് N95 P95 FFP2 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആ സമയത്താണ് ഇത് കൂടുതൽ
പ്രസക്തിയിലേക്ക് വന്നത്. പക്ഷെ ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വേൾഡ് ഓവർ വളരെ നല്ല ബെഞ്ച് മാർക്സും നല്ല സിസ്റ്റംസും കൊണ്ടുവരുന്ന ഒരു സംഘടനയും കൂടിയാണ്. ആക്ച്വലി മെനി പീപ്പിൾ ലുക്ക് അപ്പ് ടു വാട്ട് ദി NIOSH is doing in a particular issue. അവരുടെ ഡെഫിനിഷൻ ആണ് ഇതിലുള്ളത്. Again, if you look up at studies that report experiences of abuse in healthcare settings, എല്ലാ രാജ്യങ്ങളിലുള്ളത്, ആദ്യത്തേത് റെസിഡൻസ് എക്സ്പീരിയൻസ് ഫ്രം US ആണ്, രണ്ടാമത്തേത് UK ആണ്, ഏറ്റവും അവസാനത്തെ താഴെയുള്ളത് സൗത്ത് ആഫ്രിക്കയിലുള്ളതാണ്. So there are different studies of workplace violence and in the healthcare setting. This is an Australian infographic or a poster that threatening behavior is not acceptable here. Austin Health Index. There is an Australian hospital poster that is displayed in front of the emergency room. This is a study that compares the percentages of actual hospital violences. അപ്പോൾ അതിൽ US-ലുള്ളതുണ്ട്, UK-ലുള്ളതുണ്ട്, ബ്രിട്ടീഷ് കൊളംബിയയിലുള്ളതുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുള്ളതുണ്ട്, ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിലുള്ളതുണ്ട്. ഇതിലെല്ലാത്തിലും തന്നെ നമുക്ക് കാണുന്നത് the number of aggression events പാസ്റ്റ് 5 ഷിഫ്റ്റിലുള്ളതും പാസ്റ്റ് ഇയറിലുള്ളതും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗ്രോയിങ് വേൾഡ് വൈഡ്. ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഗൈഡ് ലൈൻസ് ഇതൊരു നല്ല ഡോക്യുമെന്റ് ആണ്. നമുക്ക് സിസ്റ്റംസ് ഉണ്ടാക്കാനായിട്ട് ഇത്തരം ഡോക്യുമെന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നല്ല ടെംപ്ലേറ്റ് ലഭ്യമാകും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തദ്ദേശീയമായിട്ടുള്ള ഇടപെടലുകളും അധികാരികളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ലോബിയിങ് നടത്താൻ വളരെ നല്ല ഡോക്യുമെന്റ്സ് ആണ് ഈ ഡോക്യുമെന്റും അതേപോലെ ഈ നൈസ് ഗൈഡ് ലൈൻസിന്റെ ഡോക്യുമെന്റും. ഇത് ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ സൈക്കോളജിക്കൽ സൊസൈറ്റി ആൻഡ് റോയൽ കോളേജ് ഓഫ് സൈക്യാട്രിസ്റ്റ് ഇറക്കിയിട്ടുള്ള 2010-ലോ 2012-ലോ ഇറക്കിയതാണ്. ഇറ്റ്സ് എ മോഡിഫൈഡ് നൈസ് ഗൈഡ് ലൈൻസ് ഫോർ വയലൻസ് ആൻഡ് അഗ്രഷൻ in multiple healthcare settings and also in community settings. UK-ലൊക്കെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് ഹോം കെയർ കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് ഓൾഡ് ഏജ് ഹോംസിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ സോഷ്യൽ വർക്കേഴ്സും ഹെൽത്ത് വർക്കേഴ്സും പോയി കെയർ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അവിടെയും ഇത്തരം വയലൻസിന്റെ വെന്യൂസ് ആവാൻ സാധ്യതയുണ്ട്. This is just a data point to convince that നമ്മുടെ മേലധികാരികളെയോ പഞ്ചായത്ത് അധികാരികളെയോ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളിലെ തന്നെ മേലധികാരികളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോഗ്രാഫിക് ആണ്. ഐ ഷെയർ ദ ഡേറ്റ വിത്ത് യു. ആർക്കെങ്കിലും ഈ പവർ പോയിന്റ് റീപ്രസെന്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു കൺവിൻസിങ് ഓഫ് പോളിസി മേക്കേഴ്സ് ആൻഡ് അവർക്ക് ഇത് ഫണ്ട് വിനിയോഗിക്കണമെന്ന് തോന്നണമല്ലോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയാലും മറ്റ് അധികാരികളായാലും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഡേറ്റ നമുക്ക് വളരെ കൂടുതൽ ഗുണകരമായിരിക്കും. And to the extent that nursing triage in aggression, ഏതൊക്കെ രീതിയിൽ ഒരു നഴ്സിന് ഒരു പൊട്ടൻഷ്യൽ വയലൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിനെ എങ്ങനെയൊക്കെ ട്രയാജ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസ് ഫോർ നഴ്സസ്, ഫോർ ഡോക്ടേഴ്സ്, ഫോർ അതർ പീപ്പിൾ, ഫോർ സോഷ്യൽ വർക്കേഴ്സ്, പല ടൈപ്പ് ഓഫ് റിസ്ക് അസസ്മെന്റ് ടൂൾസ് അവൈലബിൾ ആണ്. അതിനെല്ലാം മറുവശം കൂടിയുണ്ട്. എത്ര പേര് ഇത് കംപ്ലീറ്റ് ചെയ്യും, എത്ര പേര് കൃത്യമായിട്ട് വിവരം പറയും, എത്രത്തോളം റിലയബിൾ ആണ്, മുതലായ കാര്യങ്ങളും കൂടി അതിനപ്പുറമുണ്ട്. ഇതെല്ലാം എടുക്കാനുള്ള സമയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഓബ്വിയസ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ എപ്പോഴാണ് ഒരു മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം, ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു MO ഒക്കെ വളരെ എളുപ്പത്തിൽ ഓർക്കാൻ പാകത്തിനുള്ള ബേസിക് പോയിന്റ്സ് മാത്രമാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. First, look at the appearance and behavior of the person. This will give a objective assessment. ഹൈപ്പർ വിജിലൻസ് ഉണ്ടോ, വളരെ എളുപ്പം ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടോ, വളരെ റെസ്റ്റ്ലെസ് ആണോ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഉണ്ടോ, സെൽഫ് കെയർ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, എക്സ്പ്രഷൻ എങ്ങനെയാണ്, വെർബൽ ആണോ നോൺ വെർബൽ ആണോ, അദ്ദേഹത്തെ എന്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കൺസേൺസ് ആയിട്ട് പറയുന്നത്, സ്ലറിംഗ് ഉണ്ടോ, അൺയൂഷ്വൽ പ്രോസോഡി ഉണ്ടോ. ഇതെല്ലാം നമുക്ക് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് ആയിട്ട് കരുതാവുന്ന ചില ഫൈൻഡിങ്സ് നമുക്ക് നൽകും. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ പേഷ്യന്റ് റിസ്ക് അസസ്മെന്റ് നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. Again, mood and emotions. When you assess the mood, is the patient elated? Is the patient hopeless? Is there guilt? Is there a risk of self-harm? അതിനെക്കുറിച്ച് പേഷ്യന്റ് പറയുന്നുണ്ടോ, എക്സസീവ് ആങ്സൈറ്റി ഉണ്ടോ, ഫിയർ, ആങ്കർ,
അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് മൂഡ് ആൻഡ് ഇമോഷൻസിനെയും സൈക്യാട്രിക് പ്രോബ്ലംസും ചോദിക്കാനായിട്ട് തുടങ്ങാവുന്ന വൺ ഓഫ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ടു ആസ്ക് അബൌട്ട് ദ സ്ലീപ്പ് ആൻഡ് അപ്പറ്റൈറ്റ്. അപ്പോ എങ്ങനെ ഉറങ്ങി, കഴിഞ്ഞ ദിവസം എങ്ങനെ ഉറങ്ങി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എങ്ങനെയുണ്ടോ ഉറക്കം, രാത്രി കിടന്ന ഉറക്കം കിട്ടുന്നുണ്ടോ, സ്ലീപ്പ് ലേറ്റൻസി, കിടന്നാൽ ഉടനെ ഉറക്കം കിട്ടുമോ അതോ കുറെ വൈകിയാണോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയറിംഗ് ആയിട്ട് വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അയ്യോ കണ്ണൊക്കെ ആകെ കരുവാളിച്ചിരിക്കുന്നല്ലോ, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ, എന്ത് പറ്റി ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാച്ചുറലി കുറച്ചൊരു കാമിങ് എഫക്റ്റും അതേപോലെ തന്നെ റാപ്പോ ബിൽഡ് ചെയ്യാൻ, അത് പേഷ്യന്റുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ, വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിക്കാനും കൂടി ഇത് സഹായിക്കും. കുറച്ചും കൂടി ഇൻഫർമേഷൻ ഫ്ലോ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരിക്കും. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ അത് ഒരു ഈ അപ്പിയറൻസും ബിഹേവിയറും കമ്മ്യൂണിക്കേഷനും കൊണ്ട് ഒരു ജനറൽ സർവീസിലുള്ള നോൺ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് വളരെ എളുപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയോടാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കാനും റിസ്ക് അസസ്മെന്റ് നടത്താനും കുറച്ച് മാർക്കേഴ്സ് അകത്ത് കിട്ടും. ഇനി പെർസെപ്ഷൻസ് എല്ലാവർക്കും അറിയാം. ഹാലൂസിനേഷൻസ് എന്താണെന്നും എങ്ങനെയാണ് അത് എലിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. ബിസി ആയിട്ടുള്ള കാഷ്വാലിറ്റി സെറ്റിംഗ്സിൽ ഹാലൂസിനേഷൻസ് എലിസിറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ പേഷ്യന്റ് ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും പേഷ്യന്റ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ, ഒറ്റയ്ക്ക് ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ടോ, ആരോടോ സംസാരിക്കുന്ന പോലെ പെരുമാറുന്നുണ്ടോ, മുതലായ കാര്യങ്ങളൊന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹം ഹാലൂസിനേറ്ററി ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വോയിസസ് ഇൻ ദ ഇയർ ഓട് റിയാക്ട് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനി പേഷ്യന്റ് ഹു ഈസ് ഹാലൂസിനേറ്റിംഗ് ഈസ് ലൈക്ലി ടു ബി ആൻ അഗ്രസീവ് പേഷ്യന്റ് ഓർ ലൈക്ലി ടു ബിക്കം എ കോമ്പാറ്റീവ് പേഷ്യന്റ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അഗൈൻ തോട്ട്സ്, ഡെല്യൂഷൻസിനെ കുറിച്ചും പാരനോയിയെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ നടന്ന ഇവന്റിൽ പോലും പാരനോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടതെന്നാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമുള്ള സൈക്യാട്രിസ്റ്റ് ഇവാലുവേഷൻ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് കണ്ടെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിന് പാരനോയിഡ് ആയിട്ടുള്ള ഡെല്യൂഷൻസോ അതല്ലെങ്കിൽ ഹെലൂസിനേഷൻസോ ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. അത് നമുക്ക് അറിയില്ല, പക്ഷെ കേട്ടുകേൾവി അനുസരിച്ച് അതിന് സാധിക്കും. പാരനോയ ഉള്ള പേഷ്യൻസ് എങ്ങനെയൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് എക്സ്റ്റേണൽ മാർക്കേഴ്സ് എന്നുള്ളത് ഒരു ചർച്ചയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അഗൈൻ കോഗ്നിഷനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആരാണ് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ? മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഡോക്ടർ ജിതേഷ് കുമാർ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, താങ്ക് യു. കോഗ്നിഷനെ കുറിച്ച് ചാന്ദ്നി മാഡം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അത് ജസ്റ്റ് ഞാൻ ഇതെല്ലാം ഈ ഹെഡിങ്സ് ആയിട്ട് തന്നെ തന്നത് എല്ലാവർക്കും ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. So in thought, then we go into the higher mental functions, insight, and then capacity for treatment disease. ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഈ 2 സ്ലൈഡ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണോ എന്നറിയാം. ഇതിനെക്കുറിച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ടോ എന്നും കൂടി നോക്കാം. Then pointers to aggression in the emergency room നമ്മൾ നോക്കാച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എനി ഫോം ഓഫ് അജിറ്റേഷൻ. ഡോക്ടർ ചാന്ദ്നി മാഡം സൂചിപ്പിച്ചു കഴിഞ്ഞു. എനി ഫോം ഓഫ് അജിറ്റേഷൻ, മസിൽ ടൈറ്റനിങ്, ഗ്രിപ്പിംഗ് ഓർ റെസ്റ്റ്ലെസ്നെസ് ഓർ പേസിംഗ് അപ്പ് ആൻഡ് ഡൗൺ, ഇരിക്കപ്പൊറുതി ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ റെസ്റ്റ്ലെസ് എന്ന രീതിയിൽ നമ്മൾ കാണാൻ പോരാ, അത് പൊട്ടൻഷ്യൽ വയലന്റ് എന്ന രീതിയിൽ തന്നെ കാണണം. നമ്മൾ കുറച്ച് ഡിഫെൻസീവ് ആയിട്ടോ കുറച്ച് പാരനോയിഡ് ആയിട്ടോ ഒക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ER-ലുള്ളപ്പോ ഇതൊന്നും സാരമില്ല എന്ന ധാരണയിൽ വളരെ കോൺഫിഡന്റ് ആവരുത്. പക്ഷെ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കാനും നമുക്കൊരു സെൻസ് ഓഫ് ക്ലിനിക്കൽ ബാലൻസും കൂടി നമുക്ക് ഉണ്ടാവണം. ഒരു ഫിയർ റെസ്പോൺസ് ആണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ഓബ്വിയസ് ആയിട്ട് വി ആർ ഗോയിങ് ടു ഓവർ റിയാക്ട് ഓർ വി ആർ ഗോയിങ് ടു അവോയ്ഡ് എക്സാമിനിങ് ദ പേഷ്യന്റ്. അത് രണ്ടും ഇല്ലാതെ ഒരു ബാലൻസ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഡോക്ടർ ചാന്ദ്നി മാഡത്തിന്റെ പ്രസന്റേഷൻ ആദ്യം പറഞ്ഞിരുന്നത് ഇൻടോക്സിക്കേഷൻ, സബ്സ്റ്റൻസ് യൂസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇപ്പൊ പല ന്യൂ സബ്സ്റ്റൻസസ് എല്ലാം വരുന്നത് കാരണം നമുക്ക് സ്മെൽ ഓഫ് ആൽക്കഹോളോ അല്ലെങ്കിൽ സ്മെൽ ഓഫ് സിഗരറ്റോ സ്മെൽ ഓഫ് ഗഞ്ചയോ ഒന്നും നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷെ ജസ്റ്റ് ദ പേഷ്യന്റ് മൈറ്റ് ബി ഹാവിംഗ് സം സ്ലറിംഗ് ഓർ അറ്റാക്സിയ or abnormal pupillary reflexes or maybe pupillary ചേഞ്ചസ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. ദർ മൈറ്റ് ബി ലൗഡ് ടോക്ക്. പിന്നെ അതേപോലെ തന്നെ ബ്ലെയിമിങ് ആൻഡ് കൺട്രോളിങ് അതേഴ്സ് വൈൽ ഇൻ ദ ക്യൂ. എല്ലാ ഈവനിങ്സിലും നമുക്ക് ഏത് ജനറൽ ആശുപത്രി ആയാലും താലൂക്ക് ആശുപത്രി ആയാലും കുറെ പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും, ER-ന്റെ ക്യൂവില്.
അവിടെ സാധാരണ പനിയും ചുമയും തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കാണുകയും ചെയ്യാം. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാര് ബ്ലെയിമിങ് ഓർ കൺട്രോളിങ് അതേഴ്സ് വൈൽ ഇൻ ക്യൂ. അതേപോലെ തന്നെ കയറി വന്നു കഴിഞ്ഞാൽ വളരെ പൊളൈറ്റ് ആയിട്ടാണെങ്കിലും അതോറിറ്റേറ്റീവ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. നമ്മുടെ പേരെന്താണെന്ന് ചോദിക്കുക, ഇവിടുത്തെ പോസ്റ്റ് എന്താണെന്ന് ചോദിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിങ് നേച്ചർ വരുമ്പോഴും നമ്മൾ കുറച്ച് ഡിഫെൻസീവ് അല്ല, നമ്മൾ കുറച്ച് നോക്കി വെച്ചോളണം. ചിലപ്പോ ഒരു പക്ഷെ അവരൊക്കെ പെട്ടെന്ന് വയലന്റ് ആവാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ഡെലീറിയം, വാട്ട് എവർ കോസ് ഓഫ് ഡെലീറിയം, again ഡെലീറിയത്തിന് ചിലപ്പോൾ ഒരു കോസ് മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ കോസസ് ഓഫ് ഡെലീറിയം മൈറ്റ് ബി ദർ ഇൻ ദ സെയിം പേഷ്യന്റ്. again head injury, excessive anxiety or fear due to any cause, ഇതെല്ലാം മാർക്കേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ കാണും. സീഷർ ഫിനോമിന മാഡം പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഞാൻ ഒരു പക്ഷേ ആഡ് ചെയ്യാവുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ഓട്ടിസം. ഇങ്ങനെയുള്ള കുട്ടികളെയോ മുതിർന്നവരെയോ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ എനി വിസിറ്റ് ടു ഹോസ്പിറ്റൽ വിൽ ബി എ fear provoking situation for most of the intellectually disabled or autism patients. അവർക്ക് ക്രൗഡ് ഇഷ്ടാവില്ല, അൺയൂഷ്വൽ സ്മെൽസ് ഇഷ്ടാവില്ല, അൺയൂഷ്വൽ സൈറ്റ്സ് ഇഷ്ടാവില്ല, ശബ്ദങ്ങളെല്ലാം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ നോയ്സ് ഇൻടോളറൻസോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു നോയ്സ് ഉണ്ടാവാം. അപ്പോ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും വളരെ റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് നമ്മള് വളരെ പെട്ടെന്ന് തന്നെ അവരെ വെയിറ്റിംഗ് പീരീഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ ട്രയാജ് ചെയ്ത് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. Victims of abuse, again victims of abuse are likely to be more insecure and hence more anxious and fearful also. A patient coming alone with vague history in the middle of the night behaving oddly, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, വളരെ കാമായിട്ട് ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോ ആ സംസാരത്തിൽ ഒരു നമുക്ക് സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ ഉറുപ്പിക്ക് 5 പൈസേന്റെ കുറവായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അവരോട് വെയിറ്റ് ചെയ്യട്ടെ, എന്താണാവോ എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. അവർ അധികം വെയിറ്റ് ചെയ്യാതെ അവരെ ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then any patient who brought by police or from prison, again give them higher priority and be watchful about their movements, behavior, their looks and their body postures, their verbal അവരെ എൻവയൺമെന്റ് എങ്ങനെ സ്കാൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ചുറ്റുപാടും കണ്ണോടിച്ചിട്ട് അവിടെ എവിടെയൊക്കെ നോക്കുന്നുണ്ടോ, എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടോ, അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാം. ആൻഡ് അഗൈൻ മൾട്ടിപ്പിൾ റെഡ് ഫ്ലാഗ്സ് ഇൻ ദ സെയിം പേഷ്യന്റ്. ഈ പറയുന്ന മുൻപ് പറഞ്ഞതില് പല കാര്യങ്ങളും ഒരേ പേഷ്യന്റിൽ കാണുവാണെന്നുണ്ടെങ്കിൽ ഗിവ് ദം എ ഹയർ പ്രയോറിറ്റി. വളരെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ വെരി കോംപ്രിഹെൻസീവ് ലിസ്റ്റ്, പക്ഷെ ചില കോമൺലി ഫൗണ്ട് പക്ഷെ മിസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് മാത്രം. ഇത് മാഡം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാർക്ക് സ്പേഷ്യൽ എക്സ്പ്രഷൻ ടെൻസ് ആൻഡ് ആംഗ്രി, increased or prolonged restlessness, body tension, pacing, general over arousal, breathing, heart rate, muscle twitching, etc., increased volume of speech and erratic movement, and multiple self-injurious scars on arms and chest. പല കുട്ടികളെയും ചിലപ്പോൾ ചെറുപ്പക്കാരെ ഡ്രഗ് അബ്യൂസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരാറുണ്ട്. അവർക്കെല്ലാം ഇടത് കൈ വലത്തെ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇടത് കൈയിലും ഇടതുവശം നെഞ്ചിലും ഇടത് കാലിലും തൊടയിലും ഒക്കെ തന്നെ മൾട്ടിപ്പിൾ സ്കാർസ് കാണുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എത്ര കാമാണെങ്കിലും എത്ര സമാധാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളില് ഒരു റെഡ് ഫ്ലാഗ് പൊന്തിയിട്ടുണ്ടാവണം. നമ്മൾ ആ പേഷ്യന്റിനെ കുറച്ച് കരുതലോട് കൂടി തന്നെ, ഭയമില്ലാതെ പക്ഷെ കരുതലോട് കൂടി തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. Any patient that is trying to establish a confrontational eye contact, prolonged eye contact, stare ചെയ്യുക, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കണു എന്നുള്ളതിനെ നമ്മൾ വളരെ കുറച്ച് ഒന്ന് ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കണം. അറ്റ് ദ സെയിം ടൈം തിരിച്ച് കൺഫ്രണ്ടേഷണൽ ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓരോരുത്തരോടും ഞാൻ നോക്കിയ കുറെ കുട്ടികളെ കല്യാണം കഴിച്ച് കുട്ടികൾ കൊണ്ടുവന്നത് കണ്ടിവിടെ ഒക്കെ അറിയുന്ന കുറെ കാലമായി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. Please mute Dr. Jidesh. Thank you. Refusal to communicate. ചോദിക്കുമ്പോൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പറയാതിരിക്കുക, പെട്ടെന്ന് വിഡ്രോ ചെയ്യുക, എല്ലാത്തിനോടും തൃപ്തിക്കുറവ് കാണിക്കുക, നീരസഭാവം കാണിക്കുക. ഇത്തരമുള്ള വ്യക്തികളെയും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ളത് കുറച്ച് റെപ്പറ്റീഷൻ ഉണ്ട്, ഡെലൂഷൻസ്, ഹാലുസിനേഷൻസ്, തോട്ട് പ്രോസസ് എല്ലാം. ഞാനിത് ത്രെട്ടണിങ് ആയിട്ടുള്ള വെർബൽ ത്രെട്ടണിങ് ഉണ്ടെങ്കിൽ അതിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ കരുതണം. നമ്മൾ ഡി എസ്കലേഷനിലേക്ക് പോകേണ്ടതും ആവശ്യമാണ്.
നമ്മൾ മറ്റുള്ളവരെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ള വഴികളിൽ പോയി വട്ടം പിടിച്ച് നിൽക്കുക, എന്നെ ആദ്യം നോക്ക് എന്ന് ഡിമാൻഡ് ചെയ്യുക, അങ്ങനെയുള്ളവരെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. From history of violent behavior or hailing from a violent neighborhood. ചില കോളനികളോ ചില സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടാവും. എല്ലാ സ്ഥാപനത്തിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും കോളനികളോ ഒക്കെ ഉണ്ടാവും. അത്തരം കോളനികളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ്. അൺടൈംലി ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. കൃത്യമായ ഹിസ്റ്ററി കിട്ടുന്നില്ല. എന്തോ ഒരു പെശക് എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യം. ബി ഓൺ ദി വാച്ച്, ബി ഓൺ ദി ഡിഫെൻസീവ്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് റെപ്പിറ്റേഷൻ ഉണ്ട്. അത് ഹിസ്റ്ററിയിൽ നിന്നുള്ള പോയിന്റേഴ്സ് ആണ്. മറ്റേതെല്ലാം എക്സാമിനേഷൻ പോയിന്റേഴ്സ് ആണ്. ഹിസ്റ്ററിയിൽ നിന്നുള്ള പോയിന്റേഴ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. മാനേജ്മെന്റ് മാഡം പറഞ്ഞിട്ടുണ്ട്, സൈക്യാട്രിക് പേഷ്യന്റ് ആണെങ്കിലും നമ്മൾ എപ്പോഴും സബ്സ്റ്റൻസ് യൂസേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് എല്ലാവരും ലോറസിപ്പാമിനെ കുറിച്ച് പറയുമെങ്കിലും പക്ഷെ ക്രോസ് ടോളറൻസ് ചിലപ്പോൾ ഉണ്ടാവാം. റെഗുലർ യൂസർ ആണെങ്കിൽ ചിലപ്പോൾ ക്രോസ് ടോളറൻസ് ഉണ്ടാവാം. സാധാരണ ഡോസ് ചിലപ്പോൾ മതിയാവാതെ വരാം. നമുക്ക് എപ്പോഴും ഒരു നഴ്സിംഗ് കെയർ പരമാവധി, നഴ്സിംഗ് കോൺടാക്ട് ഒരൊറ്റ കോൺടാക്റ്റിൽ പരമാവധി റിസൾട്ട് കിട്ടുന്ന വെച്ചാൽ പ്രോബബ്ലി നമുക്ക് 4 milligram ലോറസിപ്പാമിനെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇഫ് ദ തെറാപ്പിസ്റ്റ് ഹസ് ഗോട്ട് കോൺഫിഡൻസ് ആൻഡ് കംഫർട്ട് ലെവൽ ഉണ്ടെങ്കിൽ 2 milligram കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും 2 milligram കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് കുറച്ച് എക്സൈറ്റഡ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യമേ 4 milligram കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇഫ് ദി അതർ പാരാമീറ്റേഴ്സ് ആർ വിത്തിൻ ഓക്കെ ലിമിറ്റ്സ് ആണെങ്കിൽ. പക്ഷെ നമ്മള് റെസ്പിറേറ്ററി ഡിപ്രഷനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് സൂപ്പർവൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. മിഡാസോളത്തിന്റെ അഡ്വാൻറ്റേജ് മാഡം പറഞ്ഞു കഴിഞ്ഞു. ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, റാപ്പിഡ് ഓൺസെറ്റ് വേണ്ട സാഹചര്യങ്ങളിൽ ആസ് എ ഗുഡ് കെമിക്കൽ റെസ്ട്രെയിൻ മിഡാസോളം ഇസ് ഗുഡ്. അഗൈൻ ഇപ്പൊ പേഷ്യന്റുമായിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ, എനിക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇഫ് യു ഹാവ് ഒലാൻസിപ്പിൻ then that is a good sedative drug and a good tranquilizing drug. 5 to 10 milligram oral കൊടുക്കാം. അതിൽ തന്നെ ഓറൽ ഡിസ്പേഴ്സിബിൾ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് നമ്മുടെ എമർജൻസി ട്രേയിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. ലോക്കൽ പർച്ചേസിൽ വാങ്ങിച്ചാൽ മതി. ഹോസ്പിറ്റൽ സപ്ലൈയിലുള്ളതിൽ ഡിസ്പേഴ്സിബിൾ കിട്ടില്ല. അതേപോലെ തന്നെ ക്ലോണസിപ്പാം ഡിസ്പേഴ്സിബിൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാ. ഹോസ്പിറ്റൽ സപ്ലൈയിൽ ഡിസ്പേഴ്സിബിൾ ഇല്ല. അപ്പോ നമ്മൾ സബ്ലിംഗൽ ആയിട്ട് സോർബിട്രേറ്റ് കൊടുക്കുന്നത് പോലെ ഈ മരുന്ന് നാക്കിനടി വെച്ചിട്ട് കുറച്ചു നേരം ശ്വാസം നീട്ടി വലിച്ച് അവിടെ മിണ്ടാണ്ട് കിടക്കും, ഒന്ന് BP നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ചില നമ്പറുകളൊക്കെ ഈ പേഷ്യൻസിനെ, സബ്സ്റ്റൻസ് യൂസർ ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഹാലോപെറിഡോൾ കൊടുക്കുമ്പോൾ ഡിസ്ട്രോണിയയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഡിസ്ട്രോണിയ ഉണ്ടെങ്കിൽ ബൈസ്റ്റാൻഡറും പേഷ്യന്റും കൂടി ഒരുമിച്ച് റെസ്റ്റ്ലെസ് ആവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അണ്ടർ കവർ ഓഫ് പ്രോമെത്തസിൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് പേഷ്യന്റ് ഡിസ്ട്രോണിക് മൂവ്മെന്റ്സ് വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഇടപെടാനും നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം എന്ന് മാത്രം. Now we will go into why some people become, or relatives or patients become violent or become restless. അതില് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നോൺ സൈക്യാട്രിക് പേഷ്യൻസിന്റെ കാര്യത്തിലാണ്. കോമൺ കോസസ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാമാണ് നമുക്ക് അതിൽ കരണീയമായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ലിസ്റ്റ് മാത്രമാണ്. ജസ്റ്റ് ഫോർ ഡിസ്കഷൻ സേക്ക്. ഡിലേ ഇൻ ഡയഗ്നോസിസ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തുകൊണ്ട് നമുക്ക് ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ വൈകുന്നു, അതിന് ശേഷം മാത്രമാണ് നമ്മൾ അഭിപ്രായം പറയുക. അപ്പൊ പേഷ്യന്റിനോട് വെയിറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ആ ടീം വർക്ക് ആണ്. ലാബിലുള്ള ആളും നമ്മുടെ ടീം മെമ്പർ തന്നെയാണ്. അപ്പോ ലാബിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അത് അവിടെ നിന്ന് റിസൾട്ട് കിട്ടാൻ 2 മണിക്കൂറാവും, അതിന് ഞാൻ എന്താ ചെയ്യാനാ എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ അവർ കൊളീഗ്സ് ഇൻ ഡിഫറെന്റ് കപ്പാസിറ്റീസ് വർക്കിംഗ് ഇൻസൈഡ് ദി ഹോസ്പിറ്റൽ, അത് ഫാർമസി ആയാലും ലാബ് ആയാലും മറ്റേതെങ്കിലും സ്ഥലത്തായാലും നമ്മൾ അതിനെക്കുറിച്ച് വളരെ സപ്പോർട്ടീവ് ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോയി നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അയാൾ അവിടെ പോയി വഴക്കുണ്ടാക്കുകയായിരിക്കും ഫലം. അപ്പൊ അതെല്ലാം ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് നമ്മൾ തന്നെ അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അവിടെ ഡിഫ്യൂസിങ് ദ സിറ്റുവേഷൻ എന്നുള്ളത് പോസിബിൾ ആവും. ഇൻകൺസിസ്റ്റന്റ് ആൻസേഴ്സ്, സിസ്റ്റർ ഒരു ഉത്തരം പറയുക, ഡോക്ടർ വേറൊന്ന് പറയുക, സീനിയർ ഡോക്ടർ വേറൊന്ന് പറയുക എന്നുള്ള ഉത്തരങ്ങൾ പറയുന്നത് ഒരാളോട് മാത്രം ചോദിച്ചിട്ട് പറയാമെന്ന് പറയുകയും നമ്മൾ അവിടെ കൺസിസ്റ്റന്റ് ആൻസേഴ്സ് പറയുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക, നന്നായിരിക്കും. ദെൻ അവരോട് കുറച്ച് റെസ്റ്റ്ലെസ്സോ ഫിയർഫുള്ളോ ആയിട്ട് ഒരു പേഷ്യന്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്താണ് അവരുടെ കൺസേൺസ്, എന്താണ് അവർക്ക് ഇത്രയും ഫിയർഫുൾ ആവുന്നത്,
മുൻപ് ഏതെങ്കിലും കാഷ്വാലിറ്റിയിൽ പോയപ്പോൾ വളരെ നെഗറ്റീവ് ഇവന്റ്സോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടായോ, അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും സമീപകാലത്ത് മരണപ്പെട്ടുവോ, അവരെന്താണ് ഇത്രയും സംശയം ചോദിക്കാൻ കാര്യം, മുൻപ് ഏതെങ്കിലും ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട് ഉണ്ടായോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഐഡിയാസ് കൺസേൺസ് എലിസിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് റാപ്പോ ബെറ്റർ ആവുകയും നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രസീവ് ഔട്ട്ബേസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ദെൻ ബ്രിങ്ങിങ് ദ കീ പേഴ്സൺ ടു ദ ഡിസ്കഷൻ. നമുക്ക് അത് പഞ്ചായത്ത് മെമ്പർ ആവാം, ഫാമിലി മെമ്പർ ആവാം, നിയർ ബൈ ടീച്ചർ ആവാം, ആരായാലും നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികൾ, ഒറ്റയ്ക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ്, കൂടെ ആരും ഇല്ല, അവർക്ക് ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ആ പ്രദേശത്തുള്ള വാർഡ് മെമ്പർമാരുടെയും കോൺടാക്ട് പേഴ്സൺസിന്റെയും ഒക്കെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ലോക്കൽ ലയാസോണിന്റെ ഭാഗമായിട്ട്, നമ്മുടെ പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ ഫോസ്റ്റർ എ ടീം ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും റെഫറൽ പോയിന്റ്സിൽ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ റെഫറൽ റൂട്ട്സ് എന്ന് മനസ്സിലാക്കി, നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഏതൊക്കെ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി ആ ആശുപത്രികളിലേക്ക് പ്രീ ഇൻഫോം ചെയ്യാനും അവിടെയുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും ഓരോ കാഷ്വാലിറ്റി എംഒസും ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ്സും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടർ എന്തെങ്കിലും കുറച്ച് ഒരു കൊള്ളി വർത്താനം പറയുകയും തിരിച്ച് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാനും സാധ്യതയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഉള്ളവര് ഒരു വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടും നമുക്ക് എളുപ്പത്തിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടാനും ഫാസ്റ്റ് ആയിട്ട് ആംബുലൻസ് മൊബിലൈസ് ചെയ്യാനും അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ ടീം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൽ റൂട്ട്സിലും കൂടിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മാത്രമല്ല. അപ്പൊ ഡിലേ ഇൻ ഡയഗ്നോസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ മിസ്ഹാപ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും ലയസോണും സാധിക്കും. ആദ്യം നമ്മൾ പേഷ്യന്റ് എപ്പോഴെങ്കിലും ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പലപ്പോഴും ഡോക്ടേഴ്സ് ഡിനയലിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നഴ്സുമാർ ഡിനയലിൽ നിൽക്കുന്നത് കാണാറുണ്ട്. അവർ യാതൊരു ഡിഫെൻസീവ് പൊസിഷനും ഇല്ലാണ്ട് പേഷ്യന്റ് അടുത്തേക്ക് പോകുന്നത് കാണാറുണ്ട്. പേഷ്യന്റ് അടുത്ത് നിന്നുകൊണ്ട് പേഷ്യന്റിന് കെയർ കൊടുക്കാതെ ഫോണിൽ സംസാരിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ദാറ്റ് ദ പേഷ്യന്റ് ഈസ് ആംഗ്രി, റെസ്റ്റ്ലെസ് ആൻഡ് ഇറിറ്റേറ്റഡ്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. ഫേഷ്യൽ എക്സ്പ്രഷനിലും മസിൽ ടോണിലും നമ്മൾ അത് കണ്ടെത്താൻ പറ്റണം. ദെൻ സെക്കൻഡ് ഈസ് സ്റ്റാർട്ട് വിത്ത് എംപതി, റീഅഷുറൻസ്. അത് വളരെ കൂടുതൽ ആവശ്യമാണ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഓൺ ദ ഡിഫെൻസീവ്. ആൻഡ് ഗിവ് എ ഫീഡ്ബാക്ക്. നിങ്ങൾ വളരെ അപ്സെറ്റ് ആണല്ലോ, വളരെ ദേഷ്യത്തിലാണല്ലോ എന്നുള്ള രീതിയിൽ ഫീഡ്ബാക്ക് കൊടുത്താൽ അത് എന്നെ പലപ്പോഴും സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാൻ സഹായിക്കും. നമ്മളുടെ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ വരാതെ നമ്മൾ ഒരു നാടക കളരിയിലൊക്കെ പോയി ആക്ട് ചെയ്യാൻ പഠിച്ചതുപോലെ നമ്മളുടെ ആക്ടിങ് ബിഹേവിയർ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അത് ഡീ എസ്കലേഷന് വളരെ കൂടുതൽ ആവശ്യമാണ്. ഒരു ആർഗ്യുമെന്റിലേക്ക് കടക്കാതിരിക്കാൻ, നമ്മുടെ ശബ്ദം ഉയരാതിരിക്കാൻ, നമുക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാതിരിക്കാൻ, ഡിഫ്യൂസ് ചെയ്യാൻ, നമ്മുടെ ടീം അംഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ വളരെ കൂടുതൽ ആവശ്യമാണ്. അപ്പൊ കാം ടോൺ വേണം, നമ്മൾ കമ്പോസ്ഡ് ആയിരിക്കണം. എത്ര കണ്ട് ഡിഫിക്കൽട്ട് ആണെങ്കിലും നമ്മൾ കമ്പോസ്ഡ് ആയിരിക്കണം. നമ്മൾ വളരെ ലോ ആയിട്ടും സ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടും സംസാരിക്കാൻ പഠിക്കുക. എന്തുകൊണ്ടാ വെച്ചാൽ ആങ്ഷ്യസോ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ലിസണിങ് സ്കിൽസ് വളരെ പരിമിതമായിരിക്കും. അവർക്ക് പറയുന്നത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഷോർട്ട് സെന്റൻസിൽ ക്ലിയർ ആയിട്ട് വളരെ സമാധാനത്തോടു കൂടി കൺഫറന്റേഷൻ ഇല്ലാത്ത ടോണിൽ സഭ്യമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഒരു കുത്തുവാക്കിന്റെ ടോണോ, ഒരു ഇറിറ്റേഷന്റെ ടോണോ, കളിയാക്കുന്നതിന്റെ ടോണോ, ഒരു ട്രോളിങ്ങിന്റെ ടോണോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പലപ്പോഴും ഒരു ക്ലിയർ കൺഫറന്റേഷൻ ഒരു റീസൺ ആയിട്ട് പേഷ്യൻസിനോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോ തോന്നാറുണ്ട്. ഡോക്ടർ എന്താ എന്നെ കളിയാക്കുവാണോ എന്ന്. കാരണം അവർ ഗൂഗിളിൽ വല്ല സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു മരുന്നിന്റെ സൈഡ് എഫക്ട് കണ്ടിട്ടുണ്ടാവും, ആ മരുന്ന് നമ്മൾ കൊടുക്കുമോ എന്നുള്ളതായിരിക്കും അവരുടെ ആശങ്ക. അപ്പൊ അതായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അതിന് മറുപടി പറയുന്നത് അത് ഗൂഗിളിനോട് ചോദിക്ക്, ഗൂഗിളൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇറ്റ് വിൽ ബി സീൻ ആസ് എ കൺഫറന്റേഷൻ ആൻഡ് എ ബിലിറ്റ്ലിംഗ്. കാരണം പബ്ലിക് എൻവയൺമെന്റിൽ മറ്റുള്ളവർ കേൾക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി സീൻ ആസ് എൻ ഇൻസൾട്ട് ആൻഡ് പേഷ്യന്റ് വിൽ ക്ലിയർലി ബിക്കം എജിറ്റേറ്റഡ്. ഇപ്പൊ നമ്മൾ ഡു നോട്ട് റേസ് ദ വോയിസ്, ഡു നോട്ട് മേക്ക് ഫൺ ഓഫ് യുവർ പേഷ്യന്റ് ഈവൻ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഷൗട്ടിംഗ്. റിലാക്സ്ഡ് പൊസിഷൻ ആയിരിക്കണം. പക്ഷെ മേഡം സൂചിപ്പിച്ചതുപോലെ ഡിഫെൻസീവ് പൊസിഷൻ ആൻഡ് സൈഡ് ഓൺ പൊസിഷൻ ആയിരിക്കണം. ഡയറക്റ്റ് ആയിട്ട് ഇടി നെഞ്ചത്ത് കിട്ടാണ്ട് നോക്കണം.
അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ബെഡ് സൈഡിലാണ് ചെന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മള് കാല് നീട്ടിയാൽ നേരെ നമ്മുടെ വയറിലേക്ക് ചവിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത പൊസിഷനിലാണ് നിൽക്കേണ്ടത്. ഫുട്ട് എൻഡ് ഓഫ് ദി ബെഡിൽ പോയി നിൽക്കരുത്. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കണം, നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കണം മുതലായ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റിഫ്ലക്ഷൻ ബാക്ക് ടു ദ പേഷ്യന്റ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ ഖിന്നനാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ അപ്സെറ്റ് ആണല്ലോ, വളരെ കൂടുതൽ ദേഷ്യത്തിലാണല്ലോ, എന്താ ഉണ്ടായേ, എനിക്ക് എങ്ങനെയെങ്കിലും താങ്കളെ സഹായിക്കാൻ പറ്റുമോ മുതലായ കാര്യങ്ങൾ നമ്മൾ പതുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഒരു ഡീഎസ്കലേഷൻ ടെക്നിക്കാണ്. ടെൽ മീ മോർ ഈസ് അനദർ ബൈയിങ് ടൈം ആൻഡ് ക്രൈസിസ് ഡിസൊല്യൂഷൻ ടെക്നിക്. അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ പറയുമോ? നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അതിനെക്കുറിച്ച് കൂടുതൽ പറയുമോ? ഇത് ഈ വേദന എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുമോ മുതലായ കാര്യങ്ങൾ പതുക്കെ പതുക്കെ നമ്മൾ വളരെ കൺസേണോട് കൂടി കെയറോട് കൂടി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്ട്രാക്ട് ദ പേഷ്യന്റ് അവേ ഫ്രം അതർ ആർഗ്യുമെന്റ് പോയിന്റ്സ് ഓർ കൺഫ്രണ്ടേഷൻ പോയിന്റ്. ആക്റ്റീവ് ലിസണിങ് വളരെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ജുഡീഷ്യസ് ഐ കോൺടാക്ട് ആൻഡ് നോഡിങ് ആൻഡ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, ടെൽ മീ മോർ എന്നുള്ള ഒരു ഫീൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അഥവാ പേഷ്യന്റ് ഇറിറ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എന്നോട് കയർക്കുന്നു എന്നതിനോടല്ല നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പേഷ്യന്റ് എന്തുകൊണ്ട് എന്നോട് കയർക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു ആ കോസിനോടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. റിപ്പീറ്റ് എംപതി ആൻഡ് അക്നോളജ് ഇമോഷൻസ്. ഏതെങ്കിലും രീതിയിൽ അയ്യോ ഞാൻ ആ കാര്യം അവിടേക്ക് വിളിച്ചു പറയാൻ മറന്നുപോയി, സോറി കേട്ടോ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാട്ടോ, താങ്കൾക്ക് ബുദ്ധിമുട്ടായി എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അത്തരം ചെറിയ കാര്യങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്യാനും ഇത് കണ്ടു നിൽക്കുന്ന മറ്റ് ആൾക്കാർക്ക് നമ്മളോട് ബഹുമാനവും സപ്പോർട്ടും ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. കണ്ടു നിൽക്കുന്ന ധാരാളം പേര് അവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് നമ്മളോട് അനുകമ്പയും സ്നേഹവും തോന്നാൻ നമ്മുടെ ബിഹേവിയർ കാരണമാകണം. എൻകറേജ് അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ്. വേറെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത് ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ വേദനയുണ്ടോ, അവിടെ വേദനയുണ്ടോ, വീണപ്പോ എന്താ പറ്റിയേ, കമന്നാണോ വീണേ, മലർന്നാണോ വീണത്, ഇപ്പൊ എവിടെയൊക്കെ വേദനയുണ്ട്, ഈ തിരക്കിനിടയ്ക്ക് വേറെ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് അറിയാനാണ് എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പേഷ്യൻസ് കൃത്യമായിട്ട് ഒന്നുകൂടി അവരുടെ കൺസേൺസ് പറയാൻ തയ്യാറാവും. അത് നമുക്ക് ഗുണകരമാവും. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കാം. താങ്കളെ പോലെ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കുറവാണ്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പരിസമാപിച്ചു എന്നുള്ള രീതിയിൽ അവരെ താങ്ക് ചെയ്യാൻ മറക്കരുത്. ക്വിക്ക് ഫിക്സ് നമ്മൾ ആരും പറയാറില്ല, നമ്മൾ ദേഷ്യപ്പെടാറില്ല. പക്ഷെ എങ്കിലും നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ അൾട്രാ ഡിഫെൻസീവ് ആവുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താറോ ഉണ്ട്. അത് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾക്ക് വളരെ നമ്മുടെ ടെമ്പർ ലൂസ് ആവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ 10 സെക്കൻഡ് റൂള് പാലിക്കുക. പക്ഷെ ഇത് തിയറിയിൽ പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഡ്രിൽസിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരാളെ കൊണ്ട് നമ്മൾ തെറി വിളിപ്പിച്ച് നമ്മുടെ മുഖത്തേക്ക് സ്റ്റെയർ ചെയ്ത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങൾ രാവിലെ 8 മണിക്ക് വരേണ്ട ആൾ 8:15 വന്നത്, എത്ര പേരോട് വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫെൻസീവിലാക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലാസ് എടുത്ത് പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇഫ് ഡീഎസ്കലേഷൻ ഡസ് നോട്ട് വർക്ക്, നേരത്തെ ചാന്ദ്നി മാഡം സൂചിപ്പിച്ചു, നമ്മളുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കൺഫ്രണ്ടേഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റേറ്റീവ് റെസ്പോൺസ് കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ ലിമിറ്റ്സ് സെറ്റ് ചെയ്ത് നമ്മൾ പിന്മാറാനായിരിക്കും ശ്രമിക്കേണ്ടത്. ചിലപ്പോ ഒരു ഷൗട്ടിംഗ് മാച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ബഹളമൊക്കെ വെച്ച് കഴിയുമ്പോൾ അവരൊന്ന് അടങ്ങും. ആ അടങ്ങുന്ന സമയത്ത് ഒന്നറിയാത്ത പോലെ അടുത്ത് എന്നിട്ട്, അല്ല ചേട്ടാ നമുക്ക് കാകാരയിലേക്ക് അടക്കല്ലേ, ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എപ്പോഴാ ഭക്ഷണം കഴിച്ചേ, ഞാനിപ്പൊ ചെയ്തു തരട്ടെ, ഒന്ന് BP നോക്കിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് കിട്ടും. നമുക്ക് നാളെ തൊട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ബിസി ആയിട്ടുള്ള ഒരു CMOനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് ചില ഡ്രിൽസും ചില ക്ലിനിക്കൽ സിറ്റുവേഷൻസും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവർ പഠിപ്പിച്ചു തരേണ്ടതല്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മാനേജ് യുവർ സ്ട്രെസ് ഇൻ വിച്ച് വേ യു ക്യാൻ. നമ്മുടെ സ്ട്രെസ് കൂടുന്തോറും നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. സ്ട്രെസ്സും പെർഫോമൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്.
3, നമ്മൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ബിസിബോഡി ആണെന്നുള്ള ഒരു റെസ്പെക്ട് ചിലപ്പോൾ കാണില്ല. പക്ഷെ ഓടി നടന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം എല്ലാവരെയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു സിനിമാ നടനെ പോലെ ആ ഒരു സീൻ നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിച്ച് തള്ളും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ച് നമുക്ക് ഗുണകരമായിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ചുറ്റുമുള്ളവരോട് കൺസേൺ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നവരോട് ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ട് എല്ലാവരോടും ചിലരോടെങ്കിലും പരിചയമുള്ളവരോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് കെയറോട് കൂടി നമ്മളുടെ ജുഡീഷ്യസ് ആയിട്ട് തെറപ്യൂട്ടിക് ടച്ചും പേഴ്സണൽ ടച്ചും അല്ലെങ്കിൽ വാം ടച്ചും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറെ കൂടി അവിടെ എല്ലാവരോടും ഒരു ഊഷ്മളത കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ബിസി കാഷ്വാലിറ്റിയിൽ പറ്റുമോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷെ ബിസി കാഷ്വാലിറ്റിയിൽ മാത്രമേ ഇത് പറ്റൂ എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ സ്മൈലിംഗ് വാമിലി ഡെഫിനറ്റ്ലി ഹെൽപ്സ്. കെയർ ഗീവറോടും അതേപോലെ പേഷ്യൻസിനോടും അതേപോലെ. പേഷ്യന്റ് ചിലപ്പോൾ കാമായിരിക്കും, കെയർ ഗീവർ ചൊറിയനായിരിക്കും. പക്ഷെ പേഷ്യന്റിനോടും കെയർ ഗീവറിനോടും ഒരുപോലെ വാമത്ത് കാണിക്കാൻ നമ്മൾ മടിക്കരുത്. ഇത് പുറത്തു പോയിട്ട് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം അവർ പറയുമ്പോൾ വളരെ നല്ല അഭിപ്രായം പറയുകയും നമുക്ക് ഒരു സോഷ്യൽ ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ സോഷ്യൽ ഗുഡ് വിൽ ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് പലപ്പോഴും നമുക്കൊരു ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. എഗൻ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്ക് സ്മോൾ ബ്രേക്സ്, വലിയ സമയത്തേക്ക് നമ്മൾ അവിടെ നിന്ന് മാറരുത്. ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് നേരം ഒന്ന് ശ്വാസം വിടാനോ ഒന്ന് നടുവ് നോക്കാനോ ഒരു ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനും പോസിറ്റീവ് ഫീഡ്ബാക്ക് ചോദിക്കാനും മടിക്കരുത്. നമ്മളൊരു പേഷ്യന്റ് ORL നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ഇന്നലെ രാത്രി എങ്ങനെ വന്നു, ഇന്നിപ്പോ എങ്ങനെ പോണു, ഉഷാറല്ലേ, അപ്പൊ നമ്മള് പുലിയല്ലേ, നിന്റെ കോളർ പൊക്കാലോ അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്, ആ ഹ്യൂമറോട് കൂടി നമ്മൾ ചോദിക്കുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ഗുണകരമാവും. അതേപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിനും അവിടെ നിൽക്കുന്നവർക്കും വെയിറ്റ് ചെയ്ത് രാത്രി ഉറക്കമുളച്ച അമ്മാമ്മയോടും ഒക്കെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അങ്ങോട്ട് കൊടുക്കാനും കൂടി നമ്മൾ മടിക്കരുത്. അപ്പൊ നമ്മൾ ശരിക്കും ജെന്യുവൻലി ടീം ലീഡറായി മാറും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൂടി. What can administrators change from tomorrow? Regularly greet and praise your CMOs. പലപ്പോഴും സംഭവിക്കാറില്ല, പക്ഷെ എങ്കിലും ഒരു അഭ്യർത്ഥനയാണ്. Improve your communication skills. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എപ്പോഴും ഒരു ടീം ലീഡർ എന്ന നിലയ്ക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടുതൽ ആവശ്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഹോസ്പിറ്റൽ ഹെഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതോറിറ്റിയുടെ ഭാഷയിലാവരുത്, സ്നേഹത്തിന്റെ ഭാഷയിലാവണം. അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് ആവർത്തിച്ച് സമറൈസ് ചെയ്ത് പറയാനായിട്ട് പ്രത്യേകം പഠിക്കുകയും വേണം. And always attend the calls of your CMOs or casualty systems. പലപ്പോഴും ആ ഡോക്ടറെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾ കൂടുതൽ റെസ്റ്റ്ലെസ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പറയാൻ സാഹചര്യം ഉണ്ടാവും. അവിടെ ആ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ നിന്നാണ്, ഹോസ്പിറ്റലിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ CMO ആണ് വിളിക്കുന്നതെങ്കിൽ ഫസ്റ്റ് റിങ്ങിൽ നമ്മൾ എടുക്കാൻ എപ്പോഴും പ്രാപ്തിയുള്ളവരായിരിക്കണം. രാത്രി മൊബൈൽ സൈലന്റ് മോഡിൽ ഇടരുത്. നമ്മൾ ഡ്യൂട്ടിയിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ആശുപത്രിയിൽ നിന്ന് കോൾ വന്ന് എടുത്തിരിക്കണം. Form a support team like a Breaking Bad News team or a Code Grey team or Code Violet team or whatever, ഏത് കളർ കോഡ് ആണെങ്കിലും അത് എല്ലാ ഷിഫ്റ്റിലും നമ്മുടെ പരിമിതമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് വെച്ചുകൊണ്ട് ഇംപ്രോംപ്റ്റു ആയിട്ടുള്ള കോഡ് ഗ്രേ ടീമിനെ നമ്മൾ ഉണ്ടാക്കണം. ആ കോഡ് ഗ്രേ ടീമിന് മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫും കാഷ്വാലിറ്റി MOയും ഇടയ്ക്കിടയ്ക്ക് ചായ വാങ്ങിച്ചു കൊടുത്ത് ആ ഗ്രൂപ്പ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. പണ്ടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, ആ സർജൻസിക്കും ഫൈനൽ ഇയർ പോസ്റ്റിങ്ങിനും ഒക്കെ പോകുമ്പോൾ പ്രൊഫസർമാര് നൈറ്റ് കോളിന് അല്ലെങ്കിൽ നൈറ്റ് റൗണ്ട്സിനോ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ചിട്ട് ചായ കൊടുക്കലോ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കലോ കോഫി ഹൗസിൽ കൊണ്ടുപോകലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ടീം മെയിൻ്റനൻസ് സ്ട്രാറ്റജിയുടെ സോഷ്യൽ ലൂബ്രിക്കൻസ് ആണ്. ഇത് നമ്മൾ പലപ്പോഴും ഇപ്പൊ ഒന്നും നമ്മുടെ ആശുപത്രിയിൽ പലതും അത് കാണാറില്ല. അത് റീകണക്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. ചെറിയ മതിലുകൾ ആൾക്കാരുടെ മനസ്സിൽ മതിലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ വളരെയേറെ സഹായിക്കും. ആ ഒരു ചായ എന്ന് പറയുന്നത് ഒരു ഉഗ്രൻ സാധനമാണ്. അപ്പൊ ചായ ഒരു ഡിപ്ലോമസി നമുക്ക് വളരെ കൂടുതൽ ആവശ്യമാണ് ടീം ബിൽഡിംഗ് സ്ട്രാറ്റജി ആയിട്ട്. റെഗുലർ ഡീബ്രീഫിംഗ് സെഷൻസ്. എപ്പോഴും ബഹളമാണ്, എപ്പോഴും അടികൂടലാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ സാധാരണവൽക്കരിച്ച് കളയരുത്. ഓരോ ദിവസത്തെയും ഡീബ്രീഫിംഗ് കഴിയുന്നത്ര എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ വിളിക്കുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിക്കുക. അയ്യോ നിനക്ക് ഇന്നിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായോ, ഞാൻ അറിഞ്ഞു, ഞാൻ അതിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നീ ഭക്ഷണം കഴിച്ചോ, നീ വീട്ടിലെത്തിയോ,
അല്ലെങ്കിൽ തലവേദനയോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുക എന്നുള്ളത്, ആ കംഫർട്ട് ഓഫ് ദറ്റ് ഇൻഡിവിജ്വൽ ചോദിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അവിടെ നമ്മൾ വളരെ നല്ല മെന്ററിങ് സ്കിൽസ് കാഴ്ചവെക്കാൻ ഓരോ അഡ്മിനിസ്ട്രേറ്ററും ശ്രദ്ധിക്കണം. ഹൗ ടു എംപവർ, മാഡം അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏറ്റവും പ്രധാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസും ഇൻഫ്രാസ്ട്രക്ചറൽ സിസ്റ്റം ചേഞ്ചസും തന്നെയാണ്. അതിനോടൊപ്പം ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ് വളരെ കൂടുതൽ, ഇൻക്ലൂഡിങ് ഫിസിക്കൽ റെസ്ട്രെയിൻ ട്രെയിനിങ്. എങ്ങനെ ഫിസിക്കലി റെസ്ട്രെയിൻ ചെയ്യണം, എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെ വാസ്കുലർ ഇതില്ലാണ്ട് കോംപ്രമൈസ് ഇല്ലാണ്ട് എങ്ങനെ റെസ്ട്രെയിൻ ചെയ്യണം, റെസ്ട്രെയിൻഡ് കെമിക്കൽ റെസ്ട്രെയിനും ഫിസിക്കൽ റെസ്ട്രെയിനും ഏതൊക്കെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. ഇത് ശരിക്കും ഒരു വർക്ക്ഷോപ്പ് മോഡൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് റെഗുലർ ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ് ആവശ്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ്, പല കാഷ്വാലിറ്റീസിനും ഒരു എക്സിറ്റോ ഒരു എൻട്രിയോ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഗ്രില്ല് ആവശ്യത്തിന് കാണാറില്ല. IV സ്റ്റാൻഡ് ആ പ്രദേശം മൊത്തം ഓടി നടക്കും. 4 പേഷ്യൻസിന് IV കൊടുക്കണമെങ്കിൽ 2 IV സ്റ്റാൻഡേ കാണുള്ളൂ. ഫർണിച്ചർ ചിലപ്പോ നല്ല നല്ല തടി കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചർ ആയിരിക്കും. പേഷ്യൻസ് എളുപ്പം നശിപ്പിച്ച് കളയരുത് എന്നുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതെല്ലാം പ്രശ്നമാണ്. അപ്പോ അത്തരം കാര്യങ്ങളും ഇപ്പോ പുതിയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ നഴ്സിംഗ് ഇൻസ്ട്രുമെന്റ്സും ടാബ്ലറ്റ്സും അതെല്ലാം മാറ്റിവെക്കേണ്ടതും കൂടി ആവശ്യമാണ്. അതിനുള്ള ഡ്രിൽസും അവിടേക്ക് ആക്സസ് വരാതിരിക്കാനുള്ള ബാരിയേഴ്സും, ഫർണിച്ചർ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഗ്രില്ലുകൾ മുതലായ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ് പറഞ്ഞു കഴിഞ്ഞു. ഇവന്റ് അനാലിസിസ്, സെന്റിനൽ ഇവന്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ഓഡിറ്റ് നടക്കണം. അതൊരു മാസത്തിൽ ഒരെണ്ണം പോരാ എന്നാണ് എന്റെ അഭിപ്രായം. അത് ആസ് സൂൺ ആസ് എ ബിഗ് ഇവന്റ് ഹാപ്പൻസ്, എല്ലാ ടീം മെമ്പേഴ്സിനെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ചിട്ട് ഡീബ്രീഫിംഗ് നടത്തണം, ഓഡിറ്റ് നടത്തണം. അത് ഡോക്യുമെന്റ് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ജെന്യുവിൻ ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് മീറ്റിംഗിലും അവലോകനത്തിലും എല്ലാം ഇത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. ഓരോ മാസത്തിലും നടക്കുന്ന ഇവന്റ്സ് നമ്പർ ഇട്ട് പറയണം. അത് പ്രധാനമാണ്. റിസ്ക് അസസ്മെന്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾസോ ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഹാബിച്വൽ റിസ്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസ്ക്, ഇൻഡിവിജ്വൽ റിസ്ക് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ, നമുക്ക് പല സ്ഥലത്തും ട്രയാജ് സിസ്റ്റം ഇല്ല നമുക്കറിയാം. പക്ഷെ എങ്കിൽ ഓവർ ക്രൗഡിങ് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മീറ്റിംഗ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമാണ്. പിന്നെ ടീം ആൻഡ് ഇൻഡിവിജ്വൽ സ്കിൽസ് ട്രെയിനിങ്, സ്ട്രെസ് മാനേജ്മെന്റ് ഫോർ ഓൾ സ്റ്റാഫ് കൺസേൺ. ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ഞാൻ ഇപ്പൊ പറയണ്ടെന്ന് വിചാരിക്കുന്നു, സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. പക്ഷേ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഡോക്ടർ പേഷ്യന്റ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് പ്രോപ്പർ ആകാത്തത് കൊണ്ടാണ് എന്ന് പല സ്ഥലത്തും പല സ്റ്റഡീസും സൂചിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി കണ്ടൻഷ്യസ് ഏരിയാസ്. അതിനെക്കുറിച്ച് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, പക്ഷെ ഞാനത് സമയക്കുറവ് കൊണ്ട് ഇതിലേക്ക് പറയുന്നില്ല. ഈ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ആവശ്യമുള്ളവർക്കോ കൂടുതൽ ഫർദർ റീഡിംഗ് ആവശ്യമുള്ളവർക്കോ ഇത് ഉപയോഗിക്കാം. Gold. ഏറ്റവും പ്രധാനം ഗുഡ് കമ്മ്യൂണിക്കേഷൻ, എംപതി ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് നിങ്ങൾ ആ ക്വാളിറ്റീസിലൂടെ നിങ്ങൾ ഓർക്കപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ വിജയമാണ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ എല്ലാവർക്കും ആ ക്വാളിറ്റി ഉണ്ട്, അത് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ വളരെ കൂടുതൽ സ്ട്രെസ്ഡും മൾട്ടി ടാസ്കിംഗ് ഒക്കെ ആവുന്ന സമയത്ത് അത് വിട്ടുപോവാം. അപ്പൊ അത് റെഗുലർലി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ട്ലി നേച്ചർ എല്ലാ സാഹചര്യങ്ങളിലും അത് പ്രതിഫലിക്കും. അത് നമുക്ക് തന്നെ മുതൽക്കൂട്ടാവും. ഇത്രയും നേരം ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പല തരത്തിലുള്ള സൈക്കാട്രിക് പ്രസന്റേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കണ്ടെത്താം, ആർക്കൊക്കെയാണ് റിസ്ക് ഓഫ് വയലൻസ് നമുക്കൊരു OP-യിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് ആയിട്ട് എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, അതിന് എന്ത് നടപടി എടുക്കണം, നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് കൺസൾട്ടന്റിനെയോ മറ്റു സീനിയേഴ്സിനെയോ വിളിച്ച് കൂടെ നിർത്തേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിൽ മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തനീയമാണ്, ചിന്തിക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്കായി അർപ്പിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു സാർ. സാർ വളരെ നന്നായി.